റാം, ഞാനൊരു കാര്യം കാട്ടിത്തരാം, വാ. അവൾ അവനെയും കൂട്ടി സാധാരണ റാം ട്രെയിൻ കാത്തിരിക്കാറുള്ള സിമന്റ് ബെഞ്ചിനരികിലേക്ക് നടന്നു. ആ ബെഞ്ചിൽ റാം മാർക്കപ്പേന് കൊണ്ട് മുൻപൊരിക്കൽ എഴുതിയിട്ടിരുന്ന അവന്റെ പേരിനൊപ്പം മല്ലിയുടെ പേര് കൂടി എഴുതിയിട്ടിരിക്കുന്നു. അതുകണ്ട് റാം അവളെ ഒന്ന് നോക്കി. കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. ഒപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി രാജ്യവും അഖിലിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് 8ന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ യുവ എഴുത്തുകാരനാണ്. അഖിൽ, സ്വാഗതം. അഖിലെ, ഇനിയിപ്പോ ഔപചാരികതകളൊന്നും വേണ്ട എന്നെ പരിചയപ്പെടുത്താനായിട്ട്. പാതിരപ്പള്ളിക്കാരനാണ് അഖില്. എന്റെ നാടും പാതിരപ്പള്ളിയാണ്. കൊച്ചിലെ മുതൽ കണ്ട് വളർന്ന ആളുകളാണ് നമ്മളല്ലേ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോ രാജ്യമാകെ അംഗീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായി വളരെയധികം സന്തോഷം ഉണ്ടായില്ലേ? എനിക്ക് സന്തോഷം. ഇങ്ങനൊരു കൂടിക്കാഴ്ച ശരിക്കും നാടിനും കൂടി ഒരു അഭിമാനമാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ നടക്കുന്നു, അതിനൊപ്പം അതും നടക്കുന്നുണ്ട്. വിവാദങ്ങളും ഒക്കെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാല് അതിന്റെ സ്കൂൾ പഠനമെല്ലാം ഈ ആലപ്പുഴ എന്ന പാതിരപ്പള്ളി എന്ന കൊച്ചു ഗ്രാമവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും ഒക്കെ ഒരു സാധാരണ ഫാമിലി ആയിരുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാവോ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? സാഹചര്യങ്ങള് നമ്മുടെ ഒരു സാധാ ഒരു കൂലിപ്പണിയായിരുന്നു അച്ഛൻ. എല്ലാ പണിയും അച്ഛൻ ചെയ്തിട്ടുണ്ട് എന്റെ അറിവില്. ഞാൻ ജനിച്ച കാലം തൊട്ട് തന്നെ അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നതാണ്. പിന്നെ അമ്മ അതുപോലെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആള് തന്നെയായിരുന്നു. അപ്പൊ നമ്മള് വളരെയധികം സാധാരണ കുടുംബം. അപ്പൊ ആ ഒരു കുടുംബത്തിൽ നിന്നിട്ട് ഒരു എഴുത്തുകാരനാവണം എന്നുള്ളൊരു ആഗ്രഹം പറയാൻ പോലും നമുക്ക് പേടിയാണ്. എന്നാലും പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പണ്ട് തൊട്ടേ വായിക്കുമായിരുന്നു പുസ്തകങ്ങള്. പിന്നെ കഥ എഴുതാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ഇതിന്ന് വരുമ്പോ തന്നെ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ കളിയാക്കും, എഴുത്തുകാരനോ എന്നുള്ള രീതിയിൽ. നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും. പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഥ എഴുതുന്നത് വായിക്കുമായിരുന്നു. അങ്ങനെയാണ് എന്റെ ഒരു ബാല്യകാലം. പഠിച്ചതെല്ലാം അവിടെ തന്നെ പാതിരപ്പള്ളി, എന്റെ ഗ്രാമത്തിൽ തന്നെ ഗവൺമെന്റ് LP സ്കൂള്, UP സ്കൂള്, പിന്നെ മേരി ഇമാക്കുലേറ്റ്, അങ്ങനെ SDVയിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഈ കഥ എഴുത്ത് എന്നുള്ളത് വളരെ സീരിയസ് ആയി കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? ഞാനിത് തീരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നാട്ടിലൊക്കെ കഥ പറയുമല്ലോ, ചേട്ടന്മാരൊക്കെ പ്രേതകഥകൾ പറയും, ഓരോ സ്ഥലങ്ങളിൽ പോയ കഥകളൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ സ്കൂളിൽ വന്ന് പറയുമ്പോഴേക്കും ആദ്യം ഒന്ന് രണ്ട് കുട്ടികൾ കേൾക്കും. എന്നിട്ട് ഇവര് കുറെ കുട്ടികളെ കൂട്ടിയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരേ കഥ പറഞ്ഞ് മടുത്തു. അങ്ങനെ ഈ കഥയെ ഞാൻ എടുത്തിട്ട് റഫ് നോട്ടിന്റെ ബാക്കിലാകും. ഈ റഫ് നോട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടുന്നത്, അതും കുറെ അഴുക്കൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓരോ ആൾക്കാർ വന്ന് അതിന്റെ അഭിപ്രായം പറയാം, ആ പ്രേതകഥ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഇതെനിക്കൊരു ഭയങ്കര രസം തോന്നി. ഈ കുട്ടികൾ ഇത് വായിക്കുന്നു, അതിന്റെ അഭിപ്രായം പറയുന്നു, അവരുടെ മുഖത്ത് ഭീതി കാണുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യത്തെ നോവൽ തന്നെ ഒരു പ്രേതകഥയാണ്. നമ്മളിപ്പോ ഹൊറർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മളിപ്പോ നോർമലി ഒരു കഥ പറയുമ്പോഴും ഹൊറർ കഥ പറയുമ്പോഴും ആളിന്റെ ഒരു വ്യത്യാസമുണ്ട്. നോർമലി കഥ പറയുമ്പോൾ ഒരു 5-6 പേര് കാണും. ഹൊറർ എന്ന് പറഞ്ഞാൽ ഉള്ളവരെല്ലാരും കൂടെ വന്ന് ഇതെന്താന്ന് നോക്കും. അപ്പൊ ആ ഒരു ചെറുപ്പം തൊട്ട് തന്നെ അങ്ങനെയാണ് എഴുതി ശീലിച്ചത്. അതെങ്ങനെയാണ് ഒരു ഹൊറർ പശ്ചാത്തലത്തിലേക്ക്? നിങ്ങളുടെ വീടൊക്കെ എനിക്ക് അറിയാവുന്ന അങ്ങനെ ഒരു ഹൊറർ പശ്ചാത്തലം അത് പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു മഞ്ഞ വീടെന്ന് പറഞ്ഞ ഒരു പഴയ ഒരു വീടാ. അവിടെ ആൾത്താമസം കാടും പടലേക്ക് പിടിച്ചു കിടക്കുന്ന ഒരു തറവാട് ഒരു വീട്. ഞങ്ങള് കുട്ടികൾ അതിനെ മഞ്ഞ വീടെന്ന് വിളിക്കുന്നത്. മഞ്ഞ പെയിന്റാണ് അതിന്. അപ്പൊ ശനി ഞായറൊക്കെ ആകുമ്പോൾ ഞങ്ങള് പ്രേതമായിട്ട് പറഞ്ഞ കമ്പും പോലൊക്കെ ആയിട്ട് നടക്കില്ല, വവ്വാലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ മുറിയിലൊക്കെ കയറുമ്പോ വവ്വാല് പറഞ്ഞു മുമ്പ് പ്രേതമാണെന്ന് വിചാരിച്ച്. അപ്പൊ ആ കുട്ടിക്കാലത്ത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ പ്രേതമായിട്ടേക്ക് പോകും. ഈ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്. അപ്പൊ അതിന് ചുമ്മാ ഓരോ കഥയൊക്കെ പറയാം. അതിന്റെ അകത്ത് കുറെ ആൾക്കാർ തൂങ്ങി മരിച്ചതാണ് എന്നൊക്കെ കഥ പറയുമ്പോ നമുക്കൊരു സന്തോഷമല്ല, കുട്ടികളായിട്ട് പോകുമ്പോ ഒരു അഡ്വഞ്ചർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞൊരു പ്രേതകഥയൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എവിടെയെങ്കിലും ഒക്കെ സ്ട്രൈക്ക് ചെയ്തൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഈ കൂടുതൽ കുട്ടിക്കാലത്തുള്ള കൂട്ടുകാരുടെ കഥ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഞാനിത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ആദ്യമേ ഇത് പബ്ലിഷേഴ്സ് തന്നെ അയച്ചു. ഇത് റിജക്ട് ആയപ്പോഴാണ് അവസാനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഫേസ്ബുക്കിലുള്ളത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ചോദിക്കുക, എടാ വല്ല വിറ്റിയതൊക്കെ എഴുതി കഴിഞ്ഞാൽ വായിക്കാം, അല്ലാതെ ഇതൊന്നും വായിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാനെടുത്തൊരു കഥ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങി. കഥ പേജ് തുടങ്ങിയപ്പോൾ അത് വായിക്കാൻ സ്വാഭാവികമായിട്ടും കഥ വായിക്കുന്ന ഒരാളുള്ളൂ. അങ്ങനെ എന്നാലും അവിടെ 1, 2, 3 ചാപ്റ്റേഴ്സ് ഒന്നും ഇട്ടിട്ടൊന്നും ആരുമില്ല. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് ഇട്ടിട്ട് ഇതൊന്ന് നിർത്താന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു 7ാമത്തെ ചാപ്റ്റർ ഇതുകൊണ്ട് ഇത് നിർത്താന്ന് വിചാരിച്ച 7ാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും അതിലൊരു കമന്റ് വന്നു, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ ഈ ആൾക്ക് വേണ്ടിയിട്ട് ഫുള്ള് ചാപ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യും. ഒരാളെങ്കിലും നമുക്ക് വായിക്കാൻ വേണ്ടേ.
അങ്ങനെയാണ് 37 അധ്യായങ്ങളാണ്. ശരിക്കും പറഞ്ഞ ആ ഒരാളായിരുന്നു ഇൻസ്പിറേഷൻ അല്ലേ? ആ ഒരാള് ഭയങ്കരമായിട്ട് വിഷ്ണു ഷാജി എന്നാ പേര്. ഇപ്പൊ എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഇപ്പൊ ഇത്ര വർഷമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എപ്പോഴും എനിക്ക് അവനോട് അത്രയും സ്നേഹമുണ്ട്. അപ്പോ ആ 37ാമത്തെ അധ്യായം ഞാൻ ലാസ്റ്റ് എഴുതി ഇടുമ്പോ ഈ ഒന്നിൽ നിന്നിട്ട് എനിക്ക് 15,000 വായനക്കാരുണ്ട് ഫേസ്ബുക്കിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് എന്റെ കഥ പറച്ചിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇവിടെ എന്ന്. അതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്ക് സക്കർബർഗിനോട് നല്ലൊരു ഇതുണ്ട്, നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു സിനിമാറ്റിക് ഫീൽ ഉണ്ട് കഥ പറച്ചിലിന്. ഇത് നമ്മൾ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെ അല്ലല്ലേ, അതില് നമുക്കൊരു ദൃശ്യമായി ഫീൽ ചെയ്യാറുണ്ട് വായിക്കുമ്പോൾ. എനിക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, കുട്ടിക്കാലം തൊട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ പോകുന്നതിന് വരെ ഞാൻ എപ്പോഴും ഇരുന്ന് സാങ്കല്പിക ലോകത്തായിരുന്നു എന്റെ. അപ്പൊ അതൊക്കെയാണ് ഞാനൊരു ലോകം കെട്ടിപ്പടുത്താതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നതായിരുന്നു. അതിപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്ത് എഴുതാനാണ് ഇഷ്ടം. ശരിക്കും പറഞ്ഞാല് കുട്ടിക്കാലം നന്നായി സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അമ്മ വിദേശത്തായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട്, അച്ഛൻ ഇവിടെ ചെറിയ തൊഴിലുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ കൂടെ നിന്നാണ് നിങ്ങൾ ആ ഒരു കുട്ടിക്കാലം അല്ലെ കൂടുതലും? അച്ഛന് സത്യം പറഞ്ഞ അച്ഛനും അമ്മയും ഇല്ലാതെ കുട്ടിക്കാലമായിരുന്നു എന്റേത്. അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയാണെങ്കിലും അധികം സംസാരിക്കത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ചേട്ടനാണെങ്കിൽ നന്നായിട്ട് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ പോയി പിന്നെ അവൻ രാത്രി വരുന്നത്. അപ്പൊ ഞാൻ അവന് തമ്മിൽ ഒരു 4 വയസ്സ് ഗ്യാപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ പോകുന്നിടത്തൊക്കെ ഞാൻ പോകാറില്ല. അപ്പൊ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി. അപ്പൊ ഇങ്ങനെയാണ് കൂടുതലായിട്ട് കഥ പറയാനും കഥ എഴുതാനായിട്ട് സമയം കണ്ടെത്തുന്നത്. പിന്നെ ഈ പത്രം ഉണ്ടാക്കും. പത്രം എന്ന് പറയുന്നത് വലിയ ബുക്ക് കിട്ടും, നോട്ട് ബുക്ക്. അപ്പൊ അതെന്തെങ്കിലും ജംഗിൾ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കാട്ടിലെ ന്യൂസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ കൂടുതലും ഇങ്ങനെ ഒറ്റപ്പെട്ട് നടന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒറ്റയ്ക്ക്, ഞാൻ ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ തനിച്ച് തന്നെയാണ്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് എപ്പോഴും സന്തോഷം കണ്ടെത്താനായിട്ട് ഒരു കഴിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു പശ്ചാത്തലവും പാതിരപ്പള്ളിയുടെ ഒരു പശ്ചാത്തലവും ഒക്കെ എഴുത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? ശരിക്കും നമുക്ക് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് നടന്ന് തീർച്ചയായിട്ടും കെട്ടിടത്തിന്റെ ഒരു ഉയർഫുള്ളിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല അഖിലിന്റെ ജീവിതത്തിൽ തന്നെ സ്വാധീനിക്കുന്ന ഒരുപാട് ആളുകളെ സ്വാധീനിച്ച് അവാർഡ് വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്താണ് അഖിലിന്റെ റിയൽ ലൈഫ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അഖിലിന്റെ ജീവിതത്തിലൂടെ ഒന്ന് നടന്നു നീങ്ങാം. മഴയൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷം. അഖില് വന്നോണ്ടേ, അഖില് എപ്പോഴും ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ചിരിച്ചോണ്ടായിരിക്കുന്നത്. ഇനി കുട്ടിക്കാലത്ത് ഞാൻ അഖിലിനെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ നുണക്കുഴി ഉള്ള ചിരിയും ഒക്കെ ആയിട്ടാണ് അല്ലെ? നമ്മൾ ഷിനു എന്നായിരുന്നു അന്ന് വിളിക്കുന്നത്. കോഴി പക്ഷെ ഞാൻ കാണുമ്പോഴെല്ലാം ഇതുണ്ടല്ലോ. തീരെ ചെറുപ്പത്തിൽ കോഴികുത്തിയത് കോഴിക്കുത്തിയാണ്. അതാണ് ഒരു സൈഡ് മാത്രല്ലേ? അതെല്ലാരും ഓർക്കും നുണക്കുഴിയാണ്. പക്ഷെ അതൊരു കോഴി ആക്സിഡന്റ് ആയിരുന്നു. കോഴി കുത്തിയതാണ്. കോഴി എങ്ങനെ ഓടിച്ചിട്ട് കൊത്തി? അത് ഞങ്ങളുടെ നാട്ടിലൊരു പോര് കോഴി ഉണ്ടായിരുന്നു. ഈ ഭയങ്കര പ്രശ്നക്കാരനായ ഒരു കോഴി. അപ്പൊ അവിടെ മറ്റേ വേലിപ്പത്തിൽ ഇറക്കിയിട്ടിരിക്കുവായിരുന്നു. അപ്പൊ അമ്മയുടെ ഒപ്പം തുണി ഉണക്കാനായിട്ട് ഇങ്ങനെ പോയി എടുക്കുകയാണ് പറമ്പിൽ നിന്ന്. അപ്പൊ ഞാനിങ്ങനെ പോയി നിന്നപ്പോ ഇത് കോഴി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പത്തലെടുത്ത് നോക്കിയപ്പോ കോഴി വിചാരിച്ച് അതിനെ ആക്രമിക്കാൻ വന്നതാണ്. അപ്പൊ കോഴി വന്നൊരു കൊത്ത്. ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ? അവിടെ കിട്ടിയുള്ളൂ. കണ്ണീട്ട് കിട്ടിയിരുന്നു. എന്താ? പക്ഷെ നമ്മളെല്ലാവരും വിചാരിച്ചത് നുണക്കുഴിയാന്ന് കേട്ടോ. കുട്ടിക്കാലത്ത് കാണുമ്പോ പോലും ഇത് നുണക്കുഴിയാന്നാ വിചാരിച്ചത്. ഒരു സൈഡിലേ ഉള്ളു. അത് ശരിയാണ്. എന്തായാലും കോഴി ഹൊററും മഞ്ഞ വീടും ഒക്കെ രസമുള്ള കഥയാണ്. നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്റേത്. അതെ. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അമ്മ ഇല്ലല്ലോ, അമ്മ അവിടെ ഗൾഫിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി അത്ര ഒന്നും ഇല്ലാഞ്ഞൊരു ഫാമിലി ആയിരുന്നു. അപ്പൊ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെടണമായിരുന്നു അല്ലേ? ഒരുപാട് കടമൊക്കെ ആയിരുന്നു. അപ്പം വസ്തുവൊക്കെ ഒരുപാട് കടത്തിലായിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഈക്വലി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇതുപോലായിരുന്നു. അപ്പം കൃത്യമായ കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മോശമായിട്ട്, അതായത് ഇവൻ നശിച്ചു പോകുന്നുള്ള ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോ ഞാനപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിവാദവും കാര്യങ്ങളും വരുമ്പോ എന്നെ അത് എഫക്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട്, കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഈ മഞ്ഞ വീട്ടിലെ വടിയും കൊണ്ട് പ്രേതത്തെ തപ്പിപ്പോകുന്ന ആളുകൾ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. അതൊക്കെ അത് പറയുന്നൊന്നും കുഴപ്പമില്ല. അത് പിന്നെ അന്ന് ഒരു ഫിക്ഷന്റെ ലോകത്താണ് അല്ലേ? ഞാൻ തീരെ ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതും
പിന്നെ ഈ മെർക്കുറി ഐലൻഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ നോവല് അത് എനിക്കൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ തലയിലുള്ള ഒരു ഐഡിയ ആണ്. ഈ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ ഞാൻ പുല്ലിന്റെ ഇതൊക്കെ പറിച്ചിട്ട് അതിന്റെ ഉറുമ്പിനെ കയറ്റി വിടും. അപ്പൊ ഇതൊരു ഐലൻഡ് ബേസ്ഡ് ആണല്ലോ. അപ്പൊ നടുക്ക് മണ്ണ് വെച്ചിട്ട് ഉറുമ്പിനെ അകത്തോട്ട് വിടും. ഉറുമ്പ് അവിടെ പോയി കയറുന്നത് ഐലൻഡായിട്ട് ഇത് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എന്റേത്. അപ്പൊ ആ ഒരു ഇമാജിനേഷൻ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും അപ്പൊ ആ ഒരു എഴുത്തിലേക്ക് കടന്നത് ആ ഒരു കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? അല്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് നോവൽ എഴുതി. പിന്നെ സ്കൂളിലെ കുട്ടികൾക്ക് ബുക്കിന്റെ പുറകിൽ റഫ് ബുക്കിന്റെ പുറകിൽ എഴുതിയ കഥകളല്ലേ? അതെ. പിന്നെ അതിനുശേഷം പിന്നെ ഒരു +2 വെക്കേഷൻ സമയത്താണ് ഓജോ ബോർഡ് ഫസ്റ്റ് നടന്നു നീങ്ങിയാലോ. ഓക്കെ ഫസ്റ്റ് നോവല് അങ്ങനെ എഴുതുന്നത് ഓജോ ബോർഡ്. അത് പിന്നീട് സീരിയസ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. ശരിക്കും എനിക്കറിയാവുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മുടെ. അപ്പൊ അന്നൊക്കെ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരാൾക്ക് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വീട്ടിലൊരു പുസ്തകങ്ങളുടെ ശേഖരമോ അല്ലെങ്കിൽ അങ്ങനത്തെ വായിക്കാനുള്ള ഒരു സാഹചര്യമോ അഖിലിന്റെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പലതവണ ആ വീട്ടിൽ പോയിട്ടുണ്ട്, പല ഘട്ടത്തിലും വീടിന്റെ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അത്തരത്തിലൊരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കൊണ്ട് തരാൻ പോലും ആരില്ലായിരുന്നു. ചോർന്ന് എന്റെ പാഠപുസ്തകങ്ങൾ വരെ നനയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ വീടാ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇടിമിന്നലും കൂടെ കിട്ടി വീടിന്. അപ്പൊ മച്ചും എല്ലാം പൊളിഞ്ഞ് ആപ്പാടെ എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനാവുന്ന ഒരു വീടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ബുക്ക് വാങ്ങാൻ പോലും പോട്ടെ, വീട്ടിൽ തന്നെ ഭയങ്കര കഷ്ടമാണ്. അപ്പോ ആ സമയത്ത് ബുക്ക് വാങ്ങി തരാനൊക്കെ പറഞ്ഞ ഇതാകത്തില്ല. പിന്നെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ അച്ഛന് പണ്ട് വായന എഴുത്തൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ അതിന് കാര്യമായ രീതിയിൽ ഓപ്പോസ് ചെയ്യുമായിരുന്നു. അച്ഛൻ വായിക്കണ്ട, എഴുതണ്ട, അങ്ങനെയൊക്കെയുള്ള പഠിച്ചാൽ മതി എന്താ പറയുക. അച്ഛൻ പറഞ്ഞല്ലോ കൂലിപ്പണിയാണ് അച്ഛന്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്റെ വിചാരം ഞാൻ പഠിച്ച് ചെത്തൊഴിലാളിയായിരുന്നു. അതെ, അച്ഛന് എനിക്ക് എന്റെ അറിവിൽ അച്ഛന് നമ്മുടെ മജസ്റ്റിക് അവിടെ ഇല്ലേ നമ്മുടെ ബാംഗ്ലൂര്, അവിടെ ആ പാലം പണിയുന്നതിൽ പോലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ ചെയ്യാത്ത പണികളില്ല അല്ലേ. നമ്മള് ആദ്യം ചെത്തോലാളിയാണ് കാണുന്നത്, പിന്നീട് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ധർമ്മജനെ കണ്ടു ഞങ്ങള്. ഇപ്പോ ലോട്ടറി വിൽപ്പന അല്ലേ? ലോട്ടറി വിൽപ്പനയാണ് ഇപ്പൊ. അപ്പൊ പറഞ്ഞാല് ഇതല്ല ഈ നിങ്ങളുടെ എല്ലാം വരുമാനം ആ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴും ഒരു സാമ്പത്തിക ഭദ്രത ഒന്നും ഇല്ല അല്ലെ? സാമ്പത്തിക ഭദ്രത ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുത്ത് ഒന്ന് ശരിയായി വന്നപ്പോ റെഡിയായി വന്നോണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഇതാണ് നമുക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നുള്ളത്. അതിപ്പോ റീസെന്റ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അതായത്. എന്തായാലും ആ വീടൊന്ന് കാണണം. കാരണം പണ്ട് കണ്ടിട്ടുള്ള വീടെന്ന് പറഞ്ഞാല് സങ്കടകരമായ ഒരു വീടായിരുന്നു. ഈ പറഞ്ഞ പോലെ മിന്നലേറ്റവും ഒരുപാട് പഴക്കമുള്ള ഒരു വീടായിരുന്നു. അതെ, ഭയങ്കര പഴക്കമുള്ള ഒരു വീടായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പുസ്തകങ്ങളെല്ലാം കാണുമ്പോൾ ഈ കവറുകളെല്ലാം ഹിറ്റായിരുന്നു. ഈ റാം കെയർ ഓഫ് ആനന്ദിയുടേത് ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു കവറായിരുന്നു അല്ലേ? കവർ ഡിസൈൻ ചെയ്ത് നമ്മളിവിടെ പുന്നപ്ര, അവനാണ് എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഭയങ്കര എനിക്ക് അടുപ്പമുള്ള സുഹൃത്താണ്. ശരിക്കും പറഞ്ഞാൽ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തല്ലേ ഇത്? സത്യം, 1 രൂപ പോലും ആള് എന്റെ ഓജോ ബോർഡാണെങ്കിലും മെർക്കുറി ഐലൻഡാണെങ്കിലും രാത്രി 12 ശേഷം റാം കെയർ ഓഫ് ആനന്ദി ഇതെല്ലാം ആളാ ചെയ്യുന്നത്. അപ്പോ ആൾക്ക് അത്രയുമായിട്ടുള്ള ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടി വരയ്ക്കുന്നത്. സ്വന്തം വർക്ക് പോലാണ്. എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി തിരിച്ചു തരിക, അങ്ങനെ ചെയ്യും. ഞങ്ങള് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിമന്തിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇതായിരുന്നു, ഒരു ഫുൾ കുഴിമന്തി ഞങ്ങളെല്ലാം കൂടെ കഴിച്ചത്. അപ്പൊ എന്ത് കവർ ചെയ്താലും നമ്മള് വൈകുന്നേരം പോയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് കുഴിമന്തി കഴിക്കും. അതെ, അതായത് ഒരു കുഴിമന്തിയുടെ പുറത്ത് ഡിസൈൻ ചെയ്യപ്പെട്ട എന്നാൽ കേരളത്തിൽ ആകെ ഹിറ്റായ ഒരു കവറാണ് ഇതെന്നുള്ളതാണ്. അതിൽ തന്നെ ഈ പേരുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പുസ്തകങ്ങൾക്കും വ്യത്യസ്തമായ പേരുകളായിരുന്നു അല്ലേ? ആദ്യത്തത് ഓജോ ബോർഡ്, അത് ഹൊറർ ആയതുകൊണ്ട്. രണ്ടാമത്തത് മെർക്കുറി ഐലൻഡ് ബേസ്ഡ് ആണ്. മൂന്നാമത്തെ റാം കെയർ ഓഫ് ആനന്ദി, അതൊരു റൊമാന്റിക് ഫിക്ഷൻ ആണ്. നാലാമത്തെ വന്നപ്പോ രാത്രി 12 ശേഷം, അതൊരു മിസ്റ്ററി ത്രില്ലറാണ്. അപ്പൊ അതിനിണങ്ങിയ ഒരു പേരുകളാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ ഈ കുഴിമന്തി കഥ പറയുമ്പോഴൊക്കെ ഈ പേരുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം വന്നൊരു പേര് പോലും വിവാദമായിട്ടുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി, അത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം. അത് ഈ ഇത്തരത്തില് ഈ റാം എന്നുള്ള പേര് നമുക്കറിയാം, ഇപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹനായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും മികച്ച യുവ എഴുത്തുകാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അപ്പോഴും ഈ റാം എന്നുള്ള ഒരു പേര് അത് അത്തരം ഒരു അവാർഡിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാനിപ്പോ എന്ത് പറയാനായിട്ടാ, അങ്ങനെ ഈ ബുക്ക് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്. ഇതിന്റെ അകത്ത് ഒരു മതപരമായിട്ടുള്ള ഒരു സാധനം ഇതിന്റെ അകത്തില്ല. ഇതൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ഫിക്ഷൻ നോവലാണ്. പിന്നെ ഇവര് ശ്രീരാമനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ആ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊരു തമാശയായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈവൻ ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും.
ചിലര് പറഞ്ഞു എന്റെ അച്ഛന്റെ സ്വാധീനം മൂലമാണ് ഇത് കിട്ടിയെന്നൊക്കെ പറയുന്ന. അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഈ സ്വാധീനിക്കാൻ കഴിയുന്ന അച്ഛനെ നമ്മൾ കുറച്ച് കഴിയുമ്പോ ഒന്ന് കാണുന്നുണ്ട് പോയി. അതെ, അപ്പൊ ഞാൻ അച്ഛനെ കമന്റ് കാണിച്ചു കൊടുത്തു, അച്ഛാ ഇത് കണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാനും കണ്ടു മോനെ. അതായത് ഞാൻ അച്ഛന് ഫേസ്ബുക്ക് അച്ഛൻ തന്നെ പറഞ്ഞാണല്ലോ ഞാൻ ഇത്രയും വലിയ ആളായല്ലേന്ന്. അച്ഛനൊന്നാമത് ഫേസ്ബുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞിടക്കാണ് റീസെന്റ് ആണ് അച്ഛനൊരു ടച്ച് ഫോണൊക്കെ പഠിപ്പിച്ച് ഫേസ്ബുക്ക് ഒക്കെ പഠിച്ചു. അപ്പൊ ഇപ്പൊ എന്താന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ ഫ്രണ്ട്സ് ഈ ലിങ്ക് ഒക്കെ അയക്കുമ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പോകും. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആദ്യമേ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഈ ഭയങ്കര വിവാദം കാര്യങ്ങളൊക്കെ വന്നേ, അത് ഭയങ്കര മോശമായിട്ടല്ലേ വന്നതൊക്കെ. അപ്പൊ അച്ഛൻ ഈ ആൾക്കാർ ലിങ്ക് അയക്കുന്നുണ്ട്, അച്ഛൻ ഇത് കാണുന്നു, ക്ലിക്ക് ചെയ്തിട്ട് അച്ഛൻ ഇത് കാണുന്നു. അപ്പൊ അച്ഛന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് അച്ഛന് ഭയങ്കര വിഷമമാണ്. ആദ്യമേ അച്ഛൻ ഇങ്ങനെ ഇത് കിട്ടിയപ്പോ തന്നെ ലഡു എല്ലാം വിതരണം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പാതിരപ്പള്ളി ജംഗ്ഷനിൽ കാണുന്നവർക്ക് എല്ലാം ലഡു കൊടുത്തു. അപ്പൊ ആൾക്കാർ ഒരിക്കലും അവര് വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനൊരു ജീവിതത്തിലൊരു മാറ്റം ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ല. സത്യം, നമ്മളിപ്പോ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ ഒപ്പം തന്നെ ഉള്ളപ്പോ അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കേണ്ട ഒരാളാണ് ഞാൻ അങ്ങനെ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അച്ഛനിങ്ങനെ ആ ഒരു ഏരിയ ഉള്ള ബേക്കറിലെല്ലാം പോയി മാക്സിമം ലഡു കളക്ട് ചെയ്തിട്ട് ലോട്ടറി എടുക്കാൻ വരുന്നവർക്ക് റോഡേ പോകുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കും എന്ത് പരീക്ഷ പാസ്സായോ, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചില ചോദിക്കുന്നത് ധർമ്മചേട്ടന്റെ മോൻ ഇപ്പോഴും പഠിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അച്ഛൻ പറയാം അല്ല ഇത് സാഹിത്യ അക്കാദമി. ശരിക്കും പറഞ്ഞാൽ അച്ഛന് അത് വിവരിച്ചു കൊടുക്കാൻ, അതായത് എന്ത് അവാർഡാണ് അഖിലിന് കിട്ടിയതെന്ന് വിവരിച്ചു കൊടുക്കാൻ പോലും ഒന്നിരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ആ അവാർഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലേ. അച്ഛനെ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ അങ്ങനെ ഒരുപാട് പഠിച്ചു, വെറും സാധാരണക്കാരാണ്. അപ്പൊ അച്ഛനെ ഞാൻ വിളിച്ചിട്ട് ആദ്യമായിട്ട് ഇത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറയാ അച്ഛനെ ഫോൺ വിളിച്ചിട്ട്, അച്ഛാ എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടി. അപ്പൊ പയ്യെ നിർത്തി പറയുന്ന സംഭവം. അപ്പൊ ഞാൻ അച്ഛാ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കൊടുക്കുന്നേ? ഞാൻ പറയാം അത് ഇവിടുന്ന് തരുന്നതാണ്. അപ്പൊ അച്ഛൻ എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛൻ എന്തായാലും സന്തോഷമായില്ലേന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷമായി. ഇത് കഴിഞ്ഞിട്ടാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത്, എടാ നിന്റെ അച്ഛൻ ഇവിടെ നടന്ന് ലഡു വിതരണം ചെയ്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോ തൊട്ടൊരു രാത്രി ആയപ്പോഴേക്ക് നെഗറ്റീവ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ ഞാൻ നോക്കുമ്പോ അച്ഛൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. അച്ഛൻ എന്താ വെച്ചാൽ എന്തുവാടെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെയൊക്കെ പറയുന്നല്ലോ, പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ടിരിക്കുക, പാരമ്പര്യം എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഇടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛനതൊന്നും മൈൻഡ് ചെയ്യണ്ട, അച്ഛനതൊന്നും ക്ലിക്ക് ചെയ്യണ്ട, ഞാനല്ലേ ബാധിക്കേണ്ട, ഞാനിവിടെ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ അച്ഛന് രാത്രി ആയപ്പോ അച്ഛന് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ആയി. അച്ഛൻ ഓൾറെഡി വയ്യാതെ ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ഞാൻ അച്ഛനെ ഇങ്ങനെ കൂളാക്കുകയാണ്, അച്ഛാ അത് നോക്കണ്ട അച്ഛാ, അതൊന്നും നോക്കണ്ട. അല്ലടാ എല്ലാരും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു കൂട്ടുകാരൊക്കെ ലിങ്ക്, ഇപ്പൊ എന്താ എല്ലാരും കൂടെ. ഇന്ദുമേനിലുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം കണ്ടപ്പോഴത്തേക്കും എനിക്കൊന്ന് അഖിൽ അവരെയൊക്കെ വലിയ ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരാളാണ് അല്ലേ. പിന്നെ മാഡത്തിനൊക്കെ എനിക്ക് അറിയാവുന്നതല്ല, നേരിട്ട് അറിയാവുന്ന. പക്ഷേ നമ്മള് ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്താന്ന് പറഞ്ഞിട്ട് അത് നമ്മളൊരാളെ കത്തിയെടുത്ത് കുത്തിയാലും ചിലപ്പോൾ അത് ഉണങ്ങും. പക്ഷെ ചില വാക്കുകൾ ഈ പറയുന്ന പോലെ മുറിവേൽപ്പിക്കും. അത് എന്നെ മാത്രമല്ല, ഈ പറയുന്ന കണക്ക് ഇന്ദു മാഡത്തിന്റെ പോസ്റ്റൊക്കെ അച്ഛൻ കയറി വായിച്ചു. അതുകൊണ്ട് 10-20 മിനിറ്റുള്ള ഇതൊക്കെയാണ് വായിക്കാനായിട്ട് ടൈം എടുക്കാൻ. അത്രയും പാരഗ്രാഫാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ സ്ഥാപിക്കുകയാണ്, നാണം ഇല്ല എനിക്ക്, ജീവിതകാലം മൊത്തം ഇതും പേര് നടക്കണമെന്നൊക്കെ പറഞ്ഞ അവാർഡിന്റെ. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, എനിക്ക് അതിൽ മാത്രമേ എനിക്ക് ഒരു സങ്കടം. ഇപ്പൊ എന്റെ ബുക്കിന് എന്ത് വേണേലും പറഞ്ഞോട്ടെ, മുത്തുച്ചിപ്പി സാഹിത്യം കൂതറയെന്നോ എന്ത് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അത് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയെങ്കിൽ അതങ്ങനെ അവര് പ്രൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയരുത്. രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടോ? ഞാനിപ്പം ഇന്നിപ്പം നമ്മുടെ MLA സാറിന്റെ പരിപാടിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ കോൺഗ്രസിലുള്ളതാണെങ്കിലും എല്ലാരും KC വേണുഗോപാൽ നമ്മുടെ സ്വന്തം ആള് പുള്ളി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അതല്ലെങ്കിൽ ഇപ്പൊ BJPയുടെ ആണെങ്കിൽ ആൾക്കാരെല്ലാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു, ചിലർ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ്. ഇപ്പൊ ഏത് പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഇവര് എല്ലാരും കൂടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതായത് ഈക്വലായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പൊ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ചേർന്നാൽ മാത്രമേ നമ്മുടെ കേരള രാഷ്ട്രീയം പൂർണ്ണമാകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാവരും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേ ഉള്ളൂ. ഞാൻ ഒരു പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള എന്ത് പാർട്ടി പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് മാക്സിമം പോകാനായിട്ട് ശ്രമിക്കും. കാരണം അവിടെ വരുന്നതെല്ലാം സാധാരണ എന്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ അകത്തൊരു പാർട്ടി വേർതിരിവ് അല്ലെങ്കിൽ ചേരിതിരിയുക അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും എന്നോടൊരു സ്നേഹമുണ്ട്. എനിക്ക് ഈ പറയുന്ന എല്ലാവർക്കും ഈ
വേറെ ആരെങ്കിലും വിമർശിച്ചാൽ ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാരൊന്നും എന്നെ ഇതുവരെ എന്റെ വീട്ടിൽ എത്രയോ പാർട്ടിയിൽപ്പെട്ടവരെല്ലാം എല്ലാ പാർട്ടിയിലുള്ളവരും വന്നപ്പോ എനിക്ക് വന്നു ഈ അവാർഡ് കിട്ടിയതിനു ശേഷം എല്ലാവരും വന്നു കണ്ടു. എല്ലാവരും വന്നു. ഇപ്പൊ മുൻപിരുന്ന MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും അവരൊക്കെ വന്നു. ഇല്ലെങ്കിൽ വരാൻ പറ്റാത്തവർക്ക് ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ ആണെങ്കിലും എന്താ പറയാ സ്പീക്കർ ആണെങ്കിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് എന്നെ. അപ്പൊ പിന്നെ അതല്ലാതെ ഇപ്പം കുമ്മനം രാജശേഖരൻ സാറാണെങ്കിലും സുരേന്ദ്രൻ സാറാണെങ്കിലും അല്ലെങ്കിൽ KC വേണുഗോപാൽ സാറാണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും ഇവരെല്ലാം പോസ്റ്റുകൾ ഇട്ട് വിളിച്ചുമൊക്കെ പറഞ്ഞപ്പോ എന്റെ ബുക്ക് വായിച്ചല്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ അഖിലിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്തയിലൂടെ ഒന്നും കടന്നു പോയിട്ടൊന്നുമില്ല അല്ലെ. സാധാരണ പോകുന്നു, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുന്നു അല്ലെ. അത്തരം എഴുത്തിന് വേണ്ടിയുള്ള ഒരു നിരീക്ഷണമാണ് അല്ലെ. അത് ഞാൻ അതില് സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനത് അതിന്റെ ചരിത്രങ്ങളെ പറ്റി ഒരുപാട് പിന്നെ നമുക്ക് ആലപ്പുഴയ്ക്ക് ഒരു ചരിത്രമുണ്ട്. VS സഖാവിന്റെ ആണെങ്കിലും കുട്ടിക്കാലത്ത് അച്ഛന്റെ ഒപ്പം ഇത് രക്തഹാരം അണിയിക്കാനൊക്കെ ഞാനും പോകുമായിരുന്നു സ്റ്റേജില്. ചില അച്ഛനാണെങ്കിലും നമ്മളെ കുട്ടികളെയാണ് ഇതിനൊക്കെ നിർത്തുന്നത്. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അച്യുതാനന്ദൻ സാറ് വന്നപ്പോ എനിക്കൊരു കൈ തന്നു. അപ്പൊ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈയാണ്. ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ സുഖമില്ല എന്ന് പറഞ്ഞപ്പോ പോലും എനിക്ക് ആ ഒരു വേദനയുണ്ട്. മീൻസ് നമ്മൾ കുട്ടിക്കാലത്ത് ഒരു സ്നേഹബന്ധമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരാളുടെയും പാർട്ടിയല്ല, മനുഷ്യരാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ ഒരാളിപ്പോ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നാലും ഞാൻ വോട്ട് ചെയ്യുന്ന അവരുടെ പ്രവർത്തനം, അതായത് അവരെങ്ങനെയാണ് നാട്ടുകാരോടുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഒരു ഇത് കയറിയിട്ട് അങ്ങനെ പാർട്ടി അങ്ങനെ ഒന്നും ഞാൻ നോക്കത്തില്ല. നല്ല അച്ഛനൊരു ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. അച്ഛൻ ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അമ്മയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഇപ്പോഴും അത് ആ ഒരു രീതിയിൽ പിന്തുടരുന്ന അമ്മയുടെ ദോഷമാണ്. അതാ പറയാം, ഒരു വീട്ടിൽ തന്നെ പല രീതിയിലുള്ള പല രാഷ്ട്രീയ ജനാധിപത്യപരമാണ്. അതെ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതിനെപ്പറ്റിയുള്ള ടോക്കുകളോ ഇപ്പൊ എന്റെ കൂട്ടുകാരെടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് പല പാർട്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെല്ലാരും കൂടുമ്പോ അതൊന്നും അല്ല സംസാരം. നമ്മുടെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമൊക്കെ സംസാരിക്കും. അങ്ങനെ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടക്കാറില്ല അല്ലേ. രാഷ്ട്രീയ ചർച്ച നമ്മൾ നടന്നിട്ട് കാര്യമില്ല. എന്താന്ന് പറഞ്ഞിട്ട് അവിടെ ഓരോ ആൾക്കാര് അതിന്റേതായ രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവർ തിരുത്തി പോകുന്നുണ്ട്. ആൾക്കാർ വിമർശിക്കാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഡൽഹിയിൽ ഞാൻ ട്രാവലിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്, അല്ലാതെ ഞാൻ പോയിട്ടില്ല. അല്ല, ഈ പറഞ്ഞ പോലെയുള്ള അവാർഡുകളെയൊക്കെ സ്വാധീനിക്കാൻ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് ഞാൻ പോയ സമയത്ത് അവിടെ കോവിഡ് ആയിരുന്നു. എന്നിട്ട് കുറെ നാള് ഹോട്ടലിൽ കിടന്നു. കുളു മണാലിക്ക് പോകാനായിട്ട് പോയതാ ഒരു കൂട്ടുകാരനായിട്ട്. പിന്നെ ലോക്ക്ഡൌൺ ആയി അവിടെ കുറച്ചാൾ വിട്ടുപോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഡൽഹി പോയിട്ടില്ല ഇതുവരെ. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് കുറച്ചൊക്കെ എഴുതാനും, നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രത്യേകത, എഴുതാനും വായിക്കാനായിട്ട് നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയുന്നതിലേക്ക് വരുമ്പോ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതും. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോ ഇത്തിരി ഒരു ബോറാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ഈ വിവാദങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ പല ആളുകളുടെ ഭാഗത്തുണ്ടായി, അപ്രതീക്ഷിതമായ പല പിന്തുണകളും ഉണ്ടായി അല്ലെ. ആ വിവാദങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തത് എന്റെ മാതാപിതാക്കളെ ഇത് ബാധിച്ചപ്പോൾ മാത്രമേ ഞാൻ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ. ഇല്ലെങ്കിൽ ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞ അത് അവരുടേതായ രീതിയിൽ അവർ പറയട്ടെ, അവരുടെ സ്പേസ് ആണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ബുക്കിനെ വിമർശിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ചിലർ പറയും വിമർശനത്തിന് എന്താ അസഹിഷ്ണുതയാണ് അഖിൽ പി ധർമ്മേനെന്ന്. ഞാൻ ഒരിക്കലും ബുക്കിനെ എത്ര വിമർശിച്ചാലും ഞാൻ ഇതുവരെ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ താങ്ക് യു, ഞാൻ എന്റെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ അതൊരു വ്യക്തിഹത്യയിലേക്ക് പോകുമ്പോൾ അതൊന്നും അവർ കാണുന്നില്ല, അതിന്റെ അകത്ത് എന്തോരം വ്യക്തിഹത്യ ഉണ്ടെന്ന്. അപ്പൊ പറഞ്ഞാല് ഈ ഘട്ടത്തിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ ഉണ്ടോ? കാരണം ഇപ്പോ നിന്റെ അഖിലിന്റെ പുസ്തക പ്രകാശനമൊക്കെ വരുന്ന ഘട്ടത്തില് പോലും അത് ഓരോ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കുന്നു, ദ്വീപുകൾ തെരഞ്ഞെടുക്കുന്നു, ഒപ്പം തന്നെ സംസ്കാരം നടക്കുന്ന ഇടങ്ങൾ തെരഞ്ഞെടുക്കുന്നു, ചുടുകാട് തെരഞ്ഞെടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത്തരത്തിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടോ? ചുടുകാട് തെരഞ്ഞെടുത്തത് ഞാൻ ഓജോബോർഡ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൈ പൈസ ഇല്ല. ഞാൻ ഫൈനൽ ഇയർ പോളിയിൽ പഠിക്കുന്ന ആ ഒരു ഇതാണ്, എക്സാം കഴിഞ്ഞ സമയമാണ്. അപ്പം പൈസ ഇല്ലാതെ ഞാൻ ഇവിടെ ടൗണിൽ ഒരു ഹാൾ അന്വേഷിച്ചപ്പോൾ നല്ല പണം പറഞ്ഞു. അപ്പൊ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല കയ്യില്. ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് എനിക്ക് ബുക്ക്, വായനക്കാർ തന്നെയാണ് ഫണ്ടിട്ട് പൈസ ഇത് തന്നത്. അപ്പോൾ ഞാൻ അപ്പോഴേ ഇരുന്നിട്ട് ആലോചിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കാം. പക്ഷെ എങ്കിൽ ചുടുകാട്ടിൽ ആരൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് പേര് വന്നു. എന്റെ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കവർ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരുപാട് പേര് പങ്കെടുത്തു. അപ്പൊ എനിക്ക് അതിലൊരു സന്തോഷവും ഒരു വെറൈറ്റിയും തോന്നി. ഞെട്ടിയിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പിന്തുണ പ്രത്യേകിച്ച് യുവതിയുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അന്ന് 2015 ബുക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ ശ്മശാനത്തിലേക്ക് ചെന്നിട്ട് ഇറങ്ങുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോ
വേറെ ആൾക്കാർ. അപ്പൊ ചാനലുകാരൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത ഏതോ VIP മരിച്ചിട്ട് അവിടെ ഒരു അടക്കവും നടക്കുന്നുണ്ട്. അതാന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇവരെല്ലാരും കൂടെ ഇങ്ങോട്ട് വരുന്നു, കുറെ ആൾക്കാർ വരുന്നു. അപ്പൊ എന്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ ഇത് നിന്റെ ബുക്ക് റിലീസിന് വന്ന ആൾക്കാരാ. ഞാനപ്പോ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ പറയടാ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ തന്നെ നേരിടണമെന്ന് പറഞ്ഞ് അന്നൊരു ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ അത്രയും ആൾക്കാരുടെ മുന്നിൽ വരച്ചിട്ട് നിന്നത്. എന്നാലും അതും എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എനർജി ആയിരുന്നു, അത്രയും ആൾക്കാർ അവിടെ വന്നത് സപ്പോർട്ട് ചെയ്തത്. ഈ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കാണുമ്പോൾ അഖിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സംസാരിക്കുമ്പോഴേ എപ്പോഴും ചിരിയും. ഇപ്പൊ അമ്മ മഹേശ്വരന്റെ കൈ പിടിച്ചു വരുമ്പോഴും എപ്പോഴും ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന, ചിരിച്ച് ഒരു ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയായിരുന്നു. അവിടുന്ന് ഇത്തരം പ്രതികരണങ്ങളൊക്കെ ഒന്ന് കട്ടിയാക്കിയിട്ടുണ്ടോ? അത് ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ഓടി എന്റെ മുറിയിൽ കയറുന്ന ഒരു, അതായത് എനിക്ക് എപ്പോഴും എന്റെ 4 ചുവരുകൾക്കുള്ളിലാണ് എന്റെ ലോകം. ഇപ്പോഴും ഞാനൊരു സ്റ്റേജിൽ പോയി സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കുറെ ആൾക്കാർ എന്നെ ധൈര്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ഞാനിപ്പോ എനിക്ക് തോന്നുന്ന ഒരു 100-ലധികം വേദികളിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ. പക്ഷെ ഞാനിപ്പോ ചെന്ന ഒരു വേദിയിൽ നിന്നാലും എനിക്ക് കൈകാലം മറിക്കും. എങ്ങനെയാണ് ഈ ട്രെയിനിലൊക്കെ നടന്നിട്ട് അഖിൽ ഈ പുസ്തകം വിറ്റത്? കാരണം സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അത് പിന്നെ ഒരു ഞാൻ ചേച്ചിക്ക് അറിയാലോ, ആ വീട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ 1000 കോപ്പി കൊണ്ടുവന്ന് ആദ്യം എഡിഷൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ബുക്ക്, പഴയ വീട്ടിലല്ലേ? പഴയ വീട്ടില്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കാല് തട്ടുന്ന എല്ലാം ബുക്കിന്റെ ബണ്ടിലാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ അത്ര സപ്പോർട്ടും ചെയ്ത് കാണത്തില്ലല്ലോ. ആദ്യമേ അച്ഛൻ പറഞ്ഞ ഇതൊക്കെ ചെതലരിച്ച് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആര് വാങ്ങാനായത്? അപ്പൊ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇത് ആൾക്കാർ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്തരത്തിലൊരു മാറ്റം മുടക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അത് ആൾക്കാരുടെ പൈസയാണ്, ഇത് എന്തോ ആണെന്നൊക്കെ ചോദിച്ചു. അമ്മന അച്ഛൻ അത് നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ ഓരോരോ ബുക്ക് സ്റ്റാൾസിൽ കൊണ്ടു കൊടുത്തപ്പോഴും അവര് അത് വെച്ചില്ല. അവര് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ അവര് വെക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെടുത്തു, വീട്ടിലൊരു പഴയ ബാഗ് ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് കുറച്ച് ബുക്സ് അടുക്കിയിട്ട് നേരെ നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിർത്തിയിട്ട് ബസ്സിന്റെ അകത്തൊക്കെ കയറി, ചേട്ടാ എന്റെ പേര് അഖിൽ P. ധർമ്മജൻ, ഞാൻ എഴുതിയ ബുക്കാണ്, ഇതിന്റെ അകത്ത് കുറച്ച് പൈസ ഡിസ്കൗണ്ടിൽ തരാമെന്ന് വാങ്ങുമോ എന്നൊക്കെ ചോദിക്കും. ചിലര് പറ്റത്തില്ല എന്ന് പറയും, ചിലര് വാങ്ങി, ചിലര് ഫേസ്ബുക്കിൽ കുറിച്ചു. അങ്ങനെ 1000 കോപ്പി ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ട്രെയിനിൽ വിടുന്ന എറണാകുളം ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബുക്കായിട്ട് അപ്പൊ അവർക്ക് വേറെ ബുക്കാണ്, ഞാൻ പറയില്ല ഇത് എന്റെ ബുക്കാണ്. ചിലർക്ക് സഹതാപം തോന്നിയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ ആൾക്കാർക്കായിട്ട് ഇപ്പൊ പലരുമായിട്ട് കണക്ഷനും ഉണ്ട് എനിക്കിപ്പോഴും. അവർക്ക് എന്റെ ആ ഒരു വളർച്ച അവർക്ക് ഇത്രയും വർഷം കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ അവസ്ഥയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. ഈ 1000 കോപ്പി വിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് കോൺഫിഡൻസ് ആയി, ആൾക്കാർ വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പിന്നീട് ഈ ബുക്ക് സ്റ്റാൾസിൽ ആൾക്കാർ ചോദിച്ചു, അതായത് ഇങ്ങനൊരു ബുക്കുണ്ടോ, ഓജോ ബോർഡ് ഉണ്ടോ, ഒരു കോപ്പി ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞു വിട്ടിട്ടുള്ള ബുക്ക് സ്റ്റാൾ അങ്ങനെയില്ല. അത്രയും ഹിറ്റായി പോയല്ലോ. എന്തോ എനിക്കറിയില്ല, അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ തന്നെ കാണുന്നു. കേരളത്തില് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളൊക്കെയാണ് വാങ്ങുന്നത്. അങ്ങനെ എല്ലാരും വാങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ ആരാധകരൊക്കെ ഉണ്ടോ? അവരെല്ലാം എന്റെ കൂട്ടുകാരാണ്. അതായത് ഞാനിപ്പോ ആരെങ്കിലും മെസ്സേജ് അയച്ചാലും ഞാൻ അവരോട് ചാറ്റ് ചെയ്ത് അവരുടെ വിശേഷങ്ങൾ ചോദിക്കും. ഫോൺ വിളിച്ചാലും ഞാൻ ഓക്കെ നന്ദി എന്ന് പറഞ്ഞു വെക്കാതെ ഞാൻ അവരുടെ വിശേഷങ്ങൾ, വീട് എവിടെയാണ്, എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം, ബന്ധം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ബുക്ക് വായിക്കാൻ തന്നെ ഒരു മിനിമം ഒരു 4-5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്നാലും വരും, ചിലര് ദിവസങ്ങൾ എടുത്താൽ. അപ്പൊ അത്രയും ദിവസങ്ങൾ നമ്മുടെ ബുക്കിന് വേണ്ടിയിട്ട് ഇത്രയും മണിക്കൂറുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട മാറ്റുമ്പോൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് 1-2 മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് അവരുടെ സന്തോഷമാണ്. ഞാൻ പണ്ട് വായനക്കാരനായിരുന്ന സമയത്ത് ഞാൻ പല എഴുത്തുകാരോടും ഇമെയിൽ വഴിയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയും ഫോൺ വഴിയൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പല രീതിയിലുള്ള വർത്താനമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിലൊക്കെ നമ്മൾ പുറത്ത് നിന്നിട്ട് കൈ കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഉള്ളതും ഒക്കെ കണ്ട. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഞാനൊരു എഴുത്തുകാരനാകുമ്പോൾ ഞാൻ എന്റെ വായനക്കാർക്ക് അതിന്റേതായ ഒരു റെസ്പെക്ട് കൊടുക്കും. അപ്പോ ഒരു വായനക്കാരനില്ലെങ്കിൽ ഒരു എഴുത്തുകാരനുണ്ടോ? മറക്കാനാവാത്ത ഒരു സൗഹൃദങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാവോ? അങ്ങനെ എടുക്കാൻ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറുവാണെങ്കിൽ അഖിലിനെ വിമർശിക്കുന്നവരെ എതിരെ ഒരു വലിയ പട തന്നെയാണ്. ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊന്നും ചെയ്യണ്ട, അത് അവർ പറയുന്നവർ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പോലും വിചാരിച്ചിട്ടില്ല. ഇല്ല, നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ അവാർഡ് കിട്ടിയതിന്റെ 2-3 ദിവസത്തിനുള്ളില്ല എന്റെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫോണിൽ നിർത്താതെ, അതായത് ഈ ആൾക്കാരെല്ലാം വിളിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആൾക്കാരെ കൂട്ടാനോ അല്ലെങ്കിൽ ഈ ബഹളം ഉണ്ടാക്കാനോ, ഞാൻ ഈ പോസ്റ്റ് തന്നെ, ഈ ഇത്രയും വലിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അച്ഛന് വിഷമമായപ്പോൾ മാത്രമാണ് ഞാനിരുന്ന് വായിച്ചത്, അല്ലെങ്കിൽ അതും വായിക്കത്തില്ല. അപ്പം ഈ ആൾക്കാരെ ഇളക്കി വിടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ കൂലിക്ക് പോകുന്ന ആൾക്കാരാണോ ഇവിടെയുള്ള മലയാളികൾ? അങ്ങനെയൊന്നും പോകത്തില്ല. അവരൊന്നും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നവരല്ല. അവര് പറഞ്ഞ കണക്ക് എന്നെ വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്തവരിൽ അവര് പോയിട്ട് ചിലപ്പോൾ കമന്റ് ബോക്സ് എന്തെങ്കിലും എഴുതും. എനിക്കറിയില്ല എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ അവരോട് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങളൊന്നും മിണ്ടണ്ട. എന്നെയല്ലേ പറയുന്നത്, ഞാനത് സഹിച്ചു, ഞാൻ ക്ഷമിക്കുന്നു, അത് കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വേറൊരാളെ വിമർശിക്കുന്നതും
ബുക്ക് വിമർശിക്കുന്നതൊക്കെ അതൊക്കെ അവർ ആ രീതിയിൽ പോയിക്കോട്ടെ. അവർക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടില്ല, അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സ്പേസ്, അവരുടെ അക്കൗണ്ട്, അവർ ഇഷ്ടമുള്ള പോസ്റ്റ് ചെയ്യട്ടെ. പിന്നെ വ്യക്തിഹത്യയിലേക്ക് പോകുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായപ്പോ ഈ അവാർഡിനൊപ്പം തന്നെ എത്രമാത്രം ആളുകൾ അഖിലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു അവസരം കൂടി ഇത്തരം വിവാദങ്ങൾ കൊണ്ട് എത്തിച്ചു. അത് ശരിയാണ് കേട്ടോ. എനിക്ക് എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി സാറ്, എന്ത് പറയാനാ, നമ്മൾ ഒരു ദിവസം എന്റെ ജീവിതം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഇതിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോ ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ എടുക്കുമ്പോ ഈ ഒരു ഇത് വന്നു, സ്റ്റേറ്റ്മെന്റ് ഒരു ചാനലിൽ ആദ്യമേ പുള്ളി ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവാർഡ് കിട്ടിയത് പോലെ തന്നെ ഒരു സന്തോഷം. സാർ എന്നെ ബുക്ക് 1 വർഷം മുമ്പ് വായിച്ചു. അദ്ദേഹം പറയാം, ഇവർക്കൊക്കെ എന്താണ് പണി, വേറെ പണിയില്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളവർ വായിക്കട്ടെ. അതെ, അദ്ദേഹം അതാ പറയുന്നത്. അപ്പൊ അതെനിക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു. അയ്യോ, ഇത്രയും സീനിയർ ആയിട്ടുള്ളത്, സൂപ്പർ സീനിയർ എന്ന് പറഞ്ഞാലും പുള്ളി അദ്ദേഹത്തിന്റെ മകനെക്കാളും പ്രായം കുറവാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കവചമായിട്ട് നിന്നപ്പോ എത്രയോ ആൾക്കാർ നിന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവചം നിന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പെട്ടെന്ന് എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ്. എന്നാലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്തെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തെ നേരിട്ട് കാണും. എനിക്ക് അത്രയും സന്തോഷമാണ്. എന്തായാലും നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കാരണം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വന്ന സമയത്ത് ഉയർന്നു വന്നൊരു വിവാദമായിരുന്നു അഖിൽ സ്വാധീനം ചെലുത്തിയിട്ട്, അഖിലിന്റെ കുടുംബമടക്കം സ്വാധീനം ചെലുത്തിയാണ് ഇങ്ങനെ ഒരു അവാർഡ് കൈക്കലാക്കിയത് എന്നുള്ളതായിരുന്നു അന്ന് വന്നൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഒരുപക്ഷെ അഖിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരിക്കും. എന്തായാലും എന്താണ് അഖിലിന്റെ ഒരു വീടും പശ്ചാത്തലവും ഒക്കെ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. പ്രേക്ഷകർ എല്ലാവരും അറിയേണ്ടതുണ്ട് അഖിലിന്റെ ആ ഒരു സാഹചര്യം എന്താണെന്ന്. അഖിൽ, എന്തായാലും നമുക്കൊന്ന് അച്ഛനെ കാണണം, അമ്മയെ കാണണം. കുറെ കാലം ഞാനും അവരെ കണ്ടിട്ട്. അപ്പൊ ഒന്ന് അവർ രണ്ടുപേരെയും കണ്ട് അവരുടെ ഒരു നമുക്ക് ഈ പറഞ്ഞ അത്ര വലിയ കപ്പാസിറ്റി ഉള്ള മനുഷ്യരാണ് അവരെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ വരുന്നുണ്ടെന്ന്? ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ സംഭവമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പരിപാടി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ്. അച്ഛൻ അവിടെ ഉണ്ട്, ലോട്ടറി തട്ടിലുണ്ട്. അപ്പൊ ഇന്നത്തെ കഴിയാറായില്ലേ? ഇന്നത്തെ ഇപ്പോ ഒരു 1:30 ഉള്ളിൽ കഴിയും. അപ്പൊ അപ്പോഴത്തേക്കും നമുക്കൊരു 3 മണി കഴിഞ്ഞിട്ടാണ് ലോട്ടറി നറുക്കെടുപ്പ് വരുന്നത്. ഇടയ്ക്കൊന്ന് 2 മണി ആക്കിയായിരുന്നു, ഇപ്പൊ മാറ്റി. അപ്പൊ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ലോട്ടറി ഏകദേശം വിറ്റ് തീരാറാവും. അപ്പൊ പിന്നെ അച്ഛനൊരു ഭയങ്കര ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ, അച്ഛന് ആരോഗ്യമുള്ള സമയത്ത് അച്ഛൻ തന്നെ അധ്വാനിക്കും എന്നുള്ള ഒരു പോളിസിയാണ് അച്ഛനുള്ളത്. അപ്പൊ നമ്മള് പൈസ കൊടുത്താലും അങ്ങനെ ഒന്നും ഒരു അനാവശ്യമായിട്ടൊന്നും അച്ഛൻ വാങ്ങത്തില്ല. അപ്പൊ അച്ഛൻ പറയും ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് എന്തെങ്കിലും വയ്യാതാവുന്ന സമയത്ത് മാത്രം നിങ്ങൾ സഹായിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് അച്ഛന്റെ ഒരു ഇതിലുള്ളത്. വീട് വെച്ചതിന്റെ കടമൊക്കെ ഉണ്ടോ? പിന്നെ വീട് നമുക്ക് ലോണാണ്, അപ്പൊ അതിന്റെ കടമുണ്ട്. പിന്നെ ഇതിന്റെ സി ഉണ്ട്. നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഫിനാൻഷ്യലി നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ വണ്ടി എടുത്തെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റിനെ കാണാനായിട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുമ്പോ ഞാൻ ബൈക്കാ ഉള്ളത്. അപ്പൊ ഒരു ദിവസം ഇതുപോലെ മഴ നനഞ്ഞ് ഭയങ്കരമായിട്ട് ഇതാ ചെന്നത്. അപ്പൊ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴേക്കും കയറ്റിയില്ല അവർ അങ്ങനെയുള്ള ഹോട്ടലിലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ അന്നൊരു ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടായി. അതായത് ഞാൻ കാരണം ആ ഒരു സിനിമേനെ ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ കൂടെ ചെല്ലേണ്ടി വരും. അപ്പൊ അങ്ങനെ പിന്നെ പലപ്പോഴായിട്ട് പരിപാടികൾക്ക് പോകുമ്പോഴും ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും വിഷമിച്ച് കാണുമല്ലേ ആ സമയത്തൊക്കെ? എനിക്ക് ഒരു ആർട്ടിസ്റ്റ് അതെനിക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കിയാണ്. ഇതുപോലെ കഥ പറയാനായിട്ട് ചെന്നപ്പോ എന്നെ കയറ്റിയില്ല. നനഞ്ഞത് കൊണ്ടാണ്, എന്റെ മിസ്റ്റേക്ക് ആണ്. ഹോട്ടലിന്റെ പോളിസിയിൽ അങ്ങനെ കയറ്റത്തില്ലായിരിക്കും. നനഞ്ഞ് കയറ്റാൻ പാടില്ല, ബുദ്ധിമുട്ടാണ്. പറയുന്നില്ല, ഹോട്ടലല്ലേ, അതൊരു അവർക്കൊരു എറണാകുളം വെച്ചിട്ടാണ്. അപ്പോ അങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞാൻ പറഞ്ഞില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്, അത് ഹോട്ടലിന്റെ അല്ല. നമ്മൾ നനഞ്ഞു കുളിച്ച് അങ്ങ് ചെല്ലുമ്പോഴേക്കും ഇതല്ലല്ലോ. പിന്നെ ടൈം ബന്ധിതമായതുകൊണ്ട് തന്നെ എനിക്ക് പോകേണ്ടി വന്നു അങ്ങോട്ടേക്ക്. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം, അപ്പൊ എനിക്ക് ഊബർ വിളിക്കാൻ ആ ഒരു ഐഡിയ ഒന്നും പോയില്ല, ഞാൻ അങ്ങ് പോവുമായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഓർത്തു ഒരു നമ്മുടെ ആതിരപ്പള്ളിന്നാണോ സ്കൂട്ടറിൽ അവിടെ വരെ പോയത്? ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്നാ പോയത്. ആലപ്പുഴയിൽ നിന്ന് ബൈക്കിൽ അങ്ങ് പോകും. ഞാൻ എറണാകുളത്തേക്ക് പോയി. ഞാൻ എറണാകുളത്തല്ലായിരുന്നു അപ്പൊ താമസിക്കുന്നത്. പിന്നെ എറണാകുളത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വർഷമായി, അപ്പൊ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ഒരിക്കലും പോകാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ആ ഒരു ഇതിലായിരുന്നു. പിന്നെ കാർ മേടിച്ചിട്ട് ഇത്ര 1 വർഷം
അത്രേ ആയുള്ളൂ. ഒരു വർഷം കഴിഞ്ഞു. പുസ്തകത്തിന്റെ പൈസയൊക്കെ കിട്ടുന്നുണ്ടോ? അത്യാവശ്യം പുസ്തകത്തിന്റെ പൈസ ഇല്ല, റോയൽറ്റി കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു ബേസും ഇല്ലാതിരുന്നല്ലേ. അതാ പറഞ്ഞത്, നമുക്ക് ഒരുപാട് കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ പബ്ലിഷിംഗ് കമ്പനി ഞാൻ രണ്ട് ബുക്ക് ഞാനാ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരുപാട് കടമുണ്ടായിരുന്നു. ഈ കാരണം ഈ ബുക്ക് എടുത്തിട്ട് പോകുമ്പോ നമുക്ക് പൈസ തരത്തില്ല ആൾക്കാര്. എനിക്ക് ഇപ്പോഴും കോട്ടയത്തുള്ള കുറെ സെല്ലേഴ്സ് ആൾക്കാരൊക്കെ എനിക്ക് 50,000 മുകളിൽ തരാനുള്ളതൊക്കെ ഉണ്ട്. 50,000 എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച് മടുത്തു. അപ്പൊ അവരെന്തെങ്കിലും പറയും, അവർക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അതാണ് ഇതാണ്. പക്ഷെ പുസ്തകമൊക്കെ വിറ്റും തീർത്തു അവര്. അപ്പൊ ഞാൻ പറയും, ചേട്ടാ ബുക്ക് വിറ്റിട്ടില്ലെങ്കിൽ അതങ്ങ്, അപ്പൊ പറയില്ല ഇതാണെന്ന് പറയും. അപ്പൊ എനിക്ക് അത്രയും കടം എനിക്ക് ഇവിടെ പ്രസ്സിലുണ്ടാവും കൊടുക്കാനായിട്ട്. അപ്പൊ എനിക്കിപ്പോ ഈ ബുക്കിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റിയില് ഈ പറയുന്ന കണക്ക് പ്രസ്സിൽ ആ കടമെല്ലാം തീർത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീട്. അപ്പോ അങ്ങനെ ഒരു സാധിച്ചു. പിന്നെ കാറിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എപ്പോഴും കാർ ഓടിക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണിത്. എനിക്ക് ചില സമയം മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ഒക്കെ ആകാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു ഡ്രൈവിന് പോകും. അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല, ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഡ്രൈവിംഗിലായിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ നോക്കാത്ത അതുകൊണ്ടാണ് ഇതിലേക്ക്. ഞാൻ എപ്പോഴും റോഡിൽ നോക്കി ഭയങ്കരമായിട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കത്തുള്ളൂ. അങ്ങനെ ഒബ്സർവേഷൻ അല്ലേ? ആ ഒബ്സർവേഷൻ. എന്നിട്ട് മറ്റുള്ള ഇത്രയും മനുഷ്യർ ഇവിടെ എല്ലാം ഒരു ഇപ്പൊ നമ്മൾ ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബം ഉണ്ടാവും ഇവിടെ. ചിലപ്പോ അയാളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇന്ദുമേനൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അഖില് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, ഭയങ്കര അടുപ്പം എന്നുള്ള രീതിയിൽ പറഞ്ഞു, എന്നാൽ പറയേണ്ടത് പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണോ? അതോ യഥാർത്ഥത്തിൽ അഖിൽ ഇത് തന്നെയാണോ? അല്ല, ഞാനിപ്പോ എന്താന്ന് പറയട്ടെ, ഈ എന്റെ ഇപ്പം എനിക്ക് തോന്നുന്നു സുകുമാരി ചേച്ചി ഇടാന്ന് തോന്നുന്നു ഇതേപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് പുള്ളിക്കാരി പറഞ്ഞത് തന്നെയാ, നമുക്ക് ഒരാള് എത്ര നേരം അഭിനയിക്കാൻ പറ്റുന്നേ. അത് നമുക്ക് അങ്ങനെ, ഞാനിങ്ങനെ തന്നെ സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എന്നെ പരിചയപ്പെട്ടിട്ടുള്ള, എന്നെ അടുത്ത് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാനൊന്നും പോകത്തില്ല. പറയാതെ പറഞ്ഞു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. മാഡം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാഡത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു KLF വെച്ചിട്ട്. നന്നായിട്ട് കൈ നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ്. നല്ലൊരു അടുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു രസമായിരുന്നു. അതായത് പുള്ളിക്കാരി അവിടുന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഞാനിപ്പോ എന്റെ സെഷന് കയറാനായിട്ട് നടന്നു പോവാണ്. അപ്പൊ ഓടി വന്നിട്ട് എടാ അഖിലേ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് കൈയൊക്കെ തന്നിട്ട്, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ മാറ്റം അല്ലേ? എനിക്ക് മാഡത്തിന്റെ അങ്ങനെ ഒന്നുമല്ല എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാറ്റം ഫീൽ ചെയ്തത് ചില കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പൊ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരാണെന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാര്. ഇവര് റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇവൻ ഈ കഴിഞ്ഞ വായനാ ദിനത്തിൽ പോലും അവര് എന്തെങ്കിലുമൊക്കെ എന്നെ മെൻഷൻ ചെയ്തൊക്കെ പോസ്റ്റ് ഇട്ടവരാണ്. ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാരിൽ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും ബാക്കി ബുക്കുകൾ ഇഷ്ടപ്പെടാത്ത മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായി നമ്മളൊരു റീച്ചിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ മറ്റേ ഈ പറയുന്ന നെഗറ്റീവ് പോസ്റ്റുകളിലൊക്കെ പോയിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ബുക്കാണിത്, ഇതിന് അങ്ങനെ ഒരു നിലവാരമില്ല. അപ്പൊ ഞാനിത് അയ്യോ യാദൃശ്ചികമായിട്ടായിരിക്കും ഇത് കാണുന്നത്. അയ്യോ ഇവരെന്താ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും നാളും ഇവർ ഈ ബുക്ക് ചർച്ചയിലും ഇതിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണല്ലോ, പെട്ടെന്ന് ഒരു 5-6 മാസം കൊണ്ട് ഇവർക്ക് എന്തോ പറ്റി, ഇനി ഇവര് 5-6 മാസം കൊണ്ട് ഇവരുടെ വായന വളർന്നു. അങ്ങനെ ഞാൻ സമാധാനിച്ച്, അങ്ങനെ ചിലപ്പോൾ വായന കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിഭാഗം ആൾക്കാരാണ്, അവർ എത്ര വേണേലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു ലിമിറ്റിന് അപ്പുറം നമ്മൾ പോകുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിനെ എങ്ങനെയെങ്കിലും അത് നിർത്താൻ നോക്കും അവര്. ഇപ്പം സാഹിത്യ അക്കാദമി അവാർഡ് കൂടെ കിട്ടിയപ്പോ എനിക്ക് തോന്നുന്നു എന്റെ കൂട്ടുകാരിൽ നിന്നിട്ട്, വായനക്കാരല്ല, കുറെ കൂട്ടുകാരിൽ നിന്നിട്ട് കുറെ പേര് സോർട്ടായി. അതായത് ഈ സാഹിത്യ രംഗത്തുള്ള സുഹൃത്തുക്കളായിരുന്നു. അതെ അതെ, അവര് ഇതായി. എനിക്കൊരു കുഴപ്പമില്ല അവര് പോകുന്നതിൽ. എനിക്ക് ഇത്രയും നാളും ഇവർ ഇത്രയും വിദ്വേഷം വെച്ചുകൊണ്ടാണല്ലോ ഇട്ടിരുന്നതെന്നും പറഞ്ഞിട്ട് ഒരാള് ഇട്ടിരിക്കുകയാണ്, അവന്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല എന്ന്. ആളുടെ ഇൻബോക്സ് ചാറ്റ് ഞാൻ കാണിച്ചു തരാം. അയാള് അതിന്റെ അകത്തുള്ള ഓരോ പോർഷൻസും എടുത്തിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള, എടാ ഈ പോർഷൻ ഇപ്പൊ എനിക്ക് കരച്ചിൽ വന്നു എന്ന് വരെ പറഞ്ഞ ആളാണ്. അപ്പൊ ആള് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ ആള് ഇട്ടിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ വായിക്കാറില്ല, ഇങ്ങനെയുള്ള ചവറുകളൊന്നും ഞാൻ വായിക്കാറില്ല എന്നൊക്കെ കമന്റ് ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അതാണ്, അതായത് നമ്മള് സാധാരണക്കാര് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അത് എല്ലാ ഫീൽഡിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധാരണക്കാരൻ പറക്കുന്നതിന് ഒരു ഉയരം ഇവര് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊക്കെ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവര് കല്ലെറിഞ്ഞ് ഇങ്ങനെയും താഴെ ഇടാനായിട്ട് നോക്കും. ഇപ്പൊ ഒരുപാട് കല്ലേറുകൾ എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇനിയും താഴെ വീണാലും വീണ്ടും ഞാൻ ഏറ്റവും താഴത്തുനിന്ന് വന്ന ആളാണ്. ഞാൻ ഇനിയും
പറക്കാൻ ശ്രമിക്കും. എന്റെ ചിറകുകൾ ഇതുപോലെ തന്നെ പറന്ന് ഞാൻ മേളിലേക്ക് തന്നെ പോവും. പക്ഷെ എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന അത്രയും കാലം ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ എത്ര കല്ലെറിഞ്ഞിട്ടും ഞാൻ പിന്നോട്ട് പോകാനായിട്ട് പോകുന്നില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ് ഫാദറോ ഒന്നുമില്ല. എങ്ങനെ എഴുതണമെന്ന് പോലും അല്ലെ എങ്ങനെ വായിക്കണമെന്ന് പോലും പറഞ്ഞിട്ട് ആരും ഇല്ലായിരുന്നല്ലേ? ഒരു ചേച്ചിക്ക് അറിയാലോ, വീട്ടില് ഈ പറയുന്ന കണക്ക് വായനശീലമുള്ള ഒരു മനുഷ്യന്, വായനശാല മെമ്പർഷിപ്പ് ഉള്ള ഒരാളും ഇല്ല വീട്ടില്. എന്റെ ബുക്കുകൾ തന്നെ വായിക്കുന്നത് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇവര്. അപ്പോ അങ്ങനെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഞാൻ. അല്ലെങ്കിൽ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യണം, ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ബുക്കിന് തിക്നെസ് ഉണ്ട്. എത്ര GSM എന്നാണ് പറയുന്നത്. ഇതിന് 60 GSM 70 GSM എന്നൊക്കെ പറഞ്ഞ പല ക്വാളിറ്റിയാണ്. ഇതൊക്കെ ഞാൻ തന്നെ പോയി പഠിച്ചതാണ്. പിന്നെ ഈ ബുക്കുകളുടെ പേജ് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് മലയാളം പഠിക്കണം. മലയാളം DTP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം പഠിച്ച് പേജ് മേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ പഠിച്ചു ചെയ്തത്. ഇത് പുറത്ത് ചെയ്യാനായിട്ട് ഇത്ര പൈസയാവും. അതായത് ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു പൈസ ഉണ്ട്, ബേസിക് ലാപ്ടോപ്പ്. ഞാനൊരു ലാപ്ടോപ്പ് അമ്മയാണ് എന്നെ സഹായിച്ചത്. അമ്മ വള തന്നിട്ട് ഞാൻ മുത്തൂരിൽ കൊണ്ട് പണയം വെച്ചു. എന്നിട്ട് ഞാൻ ബിഗ് മില്യൺ ഡേ നടക്കാണ് ഫ്ലിപ്കാർട്ടില്. അപ്പൊ അന്ന് ഒരു ഓഫറിൽ വാങ്ങിയ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ആ ലാപ്ടോപ്പിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തു. അതെ, സ്വന്തമായിട്ട് ഇതെല്ലാം യൂട്യൂബിൽ നോക്കി പഠിച്ച് പിന്നെ ചിലരുടെ കയ്യിൽ നിന്ന് സഹായം മേടിച്ചിട്ടാണ് ഞാൻ ഈ ഇതിന്റെ ലേഔട്ടും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഞാൻ പ്രിന്റ് ചെയ്തത്. അപ്പം എഴുതുന്നു, അത് ലേഔട്ട് ചെയ്യുന്നു, പേജ് മേക്കറിലെല്ലാം ഇട്ട് ഇതെല്ലാം ചെയ്യുന്നു. അതിനുശേഷം ഇത് വീട്ടിൽ വരികയാണെങ്കിൽ തന്നെ വഴിയിൽ വെള്ളം കയറുന്ന വഴിയാണ്. അപ്പൊ അവിടെ പെട്ടിവണ്ടിയിലൊക്കെ ബോക്സ് കൊണ്ടുവരുന്നത്. ഇവിടെ APSൽ ബോക്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു പെട്ടിവണ്ടി കൊണ്ടുപോകും. ഇത് തലച്ചുമടായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നു. ഇത് വീണ്ടും കൊണ്ടുനടന്ന് വിൽക്കുന്നു. പിന്നെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഓൾ ഇൻ ഓള് ഇപ്പൊ ബുക്ക് സ്റ്റാൾസിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നു. ആ പൈസ വാങ്ങാനായിട്ട് ഉള്ള നടത്തമാണ് വേറെ. ഇതെല്ലാം ചെയ്യുന്നു. ഓൾ ഇൻ ഓൾ ആയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴാണ് എനിക്കൊരു ഇത് കിട്ടിയത്. അതായത് ഒരു ഏകദേശം ഒരു 2 വർഷം ആയുള്ള ആൾക്കാർ ചിലർ വിചാരിക്കും റാം കെയർ ഓഫ് ആനന്ദ് എന്റെ ഫസ്റ്റ് നോവലാണെന്ന്. ഒരിക്കലും അല്ല, എന്റെ 3ാമത്തെ നോവലാണ്. അതിനിടക്ക് ഞാനൊരു 10-11 വർഷം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയത്. അതാരും കാണുന്നില്ല. അത്രയോ. നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. തീർച്ചയായിട്ടും താത്താനായി കാണാം. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിക്കാൻ അഖിൽ P ധർമ്മജനെ സഹായിച്ച, സ്വാധീനിച്ച ആ ആളെയാണ് നമ്മൾ ഒന്ന് കാണാനായിട്ട് പോകുന്നത്. ഹലോ, ഇവിടെ ഫ്രീ ആയി ലഡു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഒരു മാസമായിട്ട്. ഇപ്പോഴും ലഡു ഉണ്ടോ? എന്റെ ചേട്ടാ, അവാർഡ് കിട്ടിയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്ന് അറിയാവോ? ഇപ്പോഴും ഉണ്ട്, തീർന്നിട്ടില്ല. എന്റെ അമ്മി, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മധുരം നമ്മുടെ കുഞ്ഞനുജന് കിട്ടിയ സന്തോഷം. വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് കേട്ടോ. അവരിപ്പോഴും എല്ലാവർക്കും ലഡു. ഇത് ഈ ലോട്ടറി കച്ചവടം നടത്തിയിട്ട് ഇത്ര ലഡു എടുക്കാൻ കാശുണ്ടാവും? കാശുണ്ടോ? അത് ആ കാശിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം കൊണ്ടാണ്, അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാൻ ആരെയാ പോയി സ്വാധീനിച്ചത്? ഞാൻ ആരെ സ്വാധീനിക്കാനാണ്? ഈ പാവപ്പെട്ട ഞാൻ ഈ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ആർക്കും അറിയില്ല. ഇവിടെയുള്ള ഇട്ടാവട്ടത്തിലുള്ള കുറെ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നെ എങ്ങനെയാ? ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ലോട്ടറി തട്ടിൽ ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയി സ്വാധീനിച്ച് മകൻ അവാർഡ് മേടിച്ചു കൊടുത്തു. അതിന് മാത്രം കഴിവ് എനിക്കുണ്ട്. അച്ഛനെ തലകറക്കി വീണു ഇതൊക്കെ കേട്ടപ്പോ. എനിക്ക് ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, അച്ഛനെ ഭയങ്കര ടെൻഷനായി ഇതൊക്കെ കണ്ടപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും വേറെ ഇതിലാണ്. അന്നത്തെ ദിവസം എത്ര ടിക്കറ്റ് കൊടുത്തെന്നോ വിറ്റെന്നോ ആരൊക്കെ കാശ് തന്നോ ഒന്നും അറിയില്ല. അത്ര ടെൻഷനായിരുന്നു. അല്ല, എവിടെ ഇരുന്നപ്പോഴാണ് ഇത് അറിയുന്നത്? ഈ ലോട്ടറി തട്ടിൽ ഇവിടെ തന്നെ ഇരുന്നപ്പോഴാണ് അറിയുന്നത്. ആര് വിളിച്ചത്? അഖില വിളിച്ചു പറഞ്ഞു? അതെ. അതിലാദ്യമേ പിടികിട്ടിയില്ല എന്താണെന്ന്. അച്ഛൻ നിർത്തി പറ. അല്ല, അറിയാമായിരുന്നു ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഈ യുവ പുരസ്കാരം, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു? ഒരു ധാരണയില്ല. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ സാധാരണ ഉള്ള ജീവിതമല്ലേ. അതെ, ചെത്തൊഴിലാളിയായിട്ട് തുടങ്ങിയ ജീവിതമാണ്. അതെ, സത്യം. അങ്ങനെ തുടങ്ങി. പിന്നെ മേലെ വിവിധ ജോലികൾ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ അടക്കം നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഹാർട്ടിന്റെ. അത് കഴിഞ്ഞ ശേഷം മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ അഖില് കയ്യിൽ നിന്ന് പൈസയൊക്കെ കണ്ടെത്തിയും പിന്നെ ആളുകളോടൊക്കെ പൈസ മേടിച്ചും പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യുമ്പോ നമ്മുടെ ഈ സാധാരണക്കാരനായിട്ട് ഈ പാതിരപ്പള്ളിക്കാരൻ ഇവിടെ എവിടം വരെ എത്താനാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. അതെ, ഈ പൈസയൊക്കെ അല്ലേ? അതെ, ഭയം. അങ്ങനെ തന്നെയല്ല, പുള്ളി മോനെന്ന് പറയുമ്പോ ഒരു നല്ല ഒരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാകണമെന്നുള്ള ചിന്തയായിരുന്നു എന്റേത്. ഏതൊരു സാധാരണ അച്ഛനും അതായിരുന്നു. ബേസിക്കലായിട്ട് ഇത് കൊണ്ടുപോയിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈശ്വരൻ കടാക്ഷിച്ചിട്ട് കിട്ടിയതാണ്. എന്നാലും ഞാൻ കണ്ടപ്പോഴൊന്നും ഒരു പുസ്തകം പോലും തുറന്നു നോക്കുന്നത് ഇവനെ കുഞ്ഞിലെ കണ്ടിട്ടേ ഇല്ല. രഹസ്യമായിട്ടായിരുന്നു, എല്ലാം രഹസ്യമായിട്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമാണല്ലോ. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടോ? ഒത്തിരി പേര് ഒന്നും എനിക്ക് വന്ന് ക്ഷയിക്കാൻ തരാത്ത ആൾക്കാർ വളരെ കുറവാ. എന്റെ മോനേക്കാൾ കൂടുതൽ ക്ഷയിക്കാൻ കിട്ടുന്നത് എനിക്കാ. ഈ പാതിരപ്പള്ളി ജംഗ്ഷനിൽ ഇരുന്നിട്ട് എല്ലാവർക്കും നല്ല മധുരവും കൊടുത്ത് ഇപ്പോഴും പാവം ലഡുവും കരുതി ഇരിക്കുമായിരുന്നു. ഞങ്ങളും വരുന്നത് കേട്ടിട്ട് ലഡുവും കരുതി ഇരിക്കുമായിരുന്നു. ഇതാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം. ധർമ്മചേട്ടന് ചെത്തോലാളിയാണ് ജീവിതം തുടങ്ങുന്നത്. പിന്നീട് ഒരുപാട് ജോലികൾ ചെയ്തു, ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു, ഒപ്പം തന്നെ പെട്രോൾ പമ്പിലടക്കം ജോലി ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ജീവിക്കുന്നത്. ഇന്നും സാധാരണ താഴെത്തട്ടിൽ നിന്നും തന്നെ ജീവിക്കണം എന്നുള്ള ചിന്താഗതിക്കല്ല. ഇത് കേട്ടപ്പോ വിഷമം തോന്നിയോ? ഈ ചില വിമർശനങ്ങളൊക്കെ സങ്കടം ഉണ്ടായി. അച്ഛനൊന്നാമതെ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് അച്ഛനങ്ങനെ ഒരുപാട് ടെൻഷനായ ശ്വാസം മുട്ടലും കാര്യങ്ങളും വരും. അപ്പൊ ഞാൻ മാക്സിമം ഇതിനകത്ത് ഒഴിവാക്കി നിർത്താനായിട്ട് നോക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടോ ഈ തട്ട് അങ്ങ് ഒഴിവാക്കാനായിട്ട്? അത് ആദ്യമേ പറഞ്ഞു, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ലാത്ത കാര്യം പൊടിയെല്ലാം കൂടെ അടിച്ചു കഴിഞ്ഞാൽ അച്ഛന് ശ്വാസം മുട്ടൽ ഭയങ്കര വിമിഷ്ടമുള്ള ആളാ. പിന്നെ എനിക്ക് തോന്നിയത് അച്ഛൻ കുറച്ചാൾ വീട്ടിലിരുന്നപ്പോ ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി. അതായത് ദേഷ്യവും. അച്ഛൻ പമ്പിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലോട്ടറി തട്ടാകുമ്പോ അച്ഛന് ഇവിടെ ഒരു ബജിക്കടയുണ്ട്, ഇവിടെ അടുത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ ടൈം പാസിങ്, രാവിലെ വൈകിട്ടും റിലാക്സ് ആകുന്നത്. രാവിലെ വന്ന് തുറക്കും. ഇപ്പൊ അടയ്ക്കും 12 മണിയാകുമ്പോ അടയ്ക്കും. ഊണ് കഴിക്കാനാകുമ്പോഴേക്കും വീട്ടിലോട്ട് അടയ്ക്കാനായി. എന്തായാലും മഹേശ്വരി ആന്റിയെ നമുക്ക് കാണണം. അമ്മയുടെ പേര് മഹേശ്വരി എന്നാണ്. ആന്റിയെ കാണണം. അമലുണ്ടാവോ വീട്ടില്? ചേട്ടനുണ്ടാവും. അപ്പൊ ഇന്ന് എല്ലാരും സ്വാധീനം ചെലുത്തി അവാർഡ് വാങ്ങി തന്നെ ഇവിടെ ലോട്ടറി വിൽക്കുകയാണ്. പിന്നെ രാഷ്ട്രീയം നോക്കിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അച്ഛനൊരു രാഷ്ട്രീയമുണ്ട്, അമ്മയ്ക്കൊരു രാഷ്ട്രീയം. ഒരു വീട്ടിൽ തന്നെ 2 ഒരുപാട് രാഷ്ട്രീയക്കാരുള്ള വീടാണ്, പല രാഷ്ട്രീയമാണ്. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് ഒരിക്കലും പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അതാണ് ഈ ലോട്ടറി തട്ടിൽ ഇരുന്നിട്ടാണ് ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തും ഒരുപക്ഷെ പുസ്തകം എങ്ങനെ ഇറക്കണമെന്ന് മലബാർ മേഖലയിലൊക്കെ പോയിട്ട് ഒരു പേജിന്റെ പൈസ കണക്കാക്കി കണക്ക് കൂട്ടി ജീവിച്ച ആളാണ്. അതെ, പല പ്രസ്സിൽ കിടന്നിട്ടും ഇത് പ്രസ്സിൽ കയറി നമ്മൾ ഓരോരോ ബുക്കിന്റെ പ്രൈസ് എടുക്കും, എത്രയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആണ് ഒരു ബുക്ക് പബ്ലിഷിംഗിലേക്ക് നമ്മൾ റോഡ് ബ്ലോക്ക് ആക്കേണ്ടി ഇതിലേക്ക് എത്തിയത്. അപ്പൊ എന്തായാലും ധർമ്മചേട്ടാ ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. ഏറ്റവും അഭിമാനമുള്ള ഒരു മകനെ കിട്ടി. പാതിരപ്പള്ളിക്ക് ഏറ്റവും നല്ലൊരു എഴുത്തുകാരനെ കിട്ടി നമ്മുടെ നാട്ടില്, അല്ലെ? ഇത്രയും പ്രശസ്തനായ ഒരു എഴുത്തുകാരൊന്നും പാതിരപ്പള്ളിയില്ല. ഞാനും പാതിരപ്പള്ളിക്കാരിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം, അഹങ്കാരമാണ് അഖിലിന്റെ ഈ നേട്ടം. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. മഹേശ്വരാന്റി ഒന്ന് കാണണം, അമ്മയെ ഒന്ന് കാണണം. അതും കൂടി കണ്ടാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മള് ഒടുവിൽ അഖിൽ പി ധർമ്മജന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അഖിലിന്റെ വീട്. ഒരുപാട് നാൾ അവര് ചോർന്നൊലിക്കുന്ന കഷ്ടപ്പാടുള്ള ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു പഴയ വീടായിരുന്നു. അതിൽ നിന്ന് അഖില് എനിക്ക് തോന്നുന്നു എഴുത്തിലോട്ടൊക്കെ വന്ന് ഇപ്പൊ അല്ലെ ജസ്റ്റ് വീട് പണി കഴിഞ്ഞുള്ളൂ അല്ലെ? കുറച്ച് നാളായുള്ളൂ, 2 മാസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്വന്തമായൊരു വീട് കഷ്ടപ്പാടുകൾക്ക് നടുവില് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, ഞങ്ങളിവിടെ ചോറ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അഖിലിന്റെ ചേട്ടൻ പുറത്ത് നിൽക്കുന്നു. ചേട്ടൻ, വൈഫ്, കുട്ടികള് ഒക്കെയാണ് ഇവര്. ഒരു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മഹേശ്വരി ആന്റി. പിന്നല്ലാണ്ട് വീട്ടുപണിയായിരുന്നല്ലേ? ഞങ്ങൾ വരുമ്പോ തൂത്തോണ്ടിരിക്കുവായിരുന്നു ഇവിടെ. ഞങ്ങളിപ്പോ പോയി ധർമ്മജനെ കണ്ടു. ഒരുപാട് സന്തോഷവും. ഉയർത്തിരിക്കുകയാണെന്നോ എന്നോടോ? അപ്പൊ ഇതാണ് അഖിലിന്റെ അമ്മ. നമ്മള് പറഞ്ഞ സ്വാധീനിക്കാൻ ശ്രമിച്ച വൻ ടീമിലെ പ്രധാന ആള് ഈ പറഞ്ഞ അമ്മയാണ്. മഹേശ്വരി ധർമ്മജന്റെ മഹേശ്വരി കൂടെ സ്വാധീനിച്ചു എന്നാണ് എല്ലാരും പറയുന്നത്. ഞങ്ങള് പാവം പിടിച്ച ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പിടിക്കാൻ അല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും കഷ്ടപ്പെടുന്നു. ഇപ്പൊ ഈ പറഞ്ഞ അഖിലിന് അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോ പണ്ട് ഗൾഫിലൊക്കെ പോയി കിടന്ന് ചൂടത്ത് കിടന്ന് കഷ്ടപ്പെട്ട ഓർത്ത് ഒത്തിരി കുഞ്ഞാരോ പോയതല്ലേ ഇവൻ. അപ്പൊ നമ്മള് കുഞ്ഞിലെ ഇട്ടിട്ട് പോയതുകൊണ്ട് എന്നിട്ട് അവൻ അത്ര ഉയരത്തിലെത്തിയില്ലേ, അതിലൊത്തിരി സന്തോഷം. അമ്മ ആ ഒരു സമയത്ത് അഖിലിന്റെ അമ്മ ഇവരുടെ ഒരു ജീവിതം, 2 മക്കളാണ് അഖിലും അമലും. അപ്പൊ ഇവരുടെ ഒരു ലൈഫ് ഒന്ന് സാമ്പത്തികമായി ഒന്നും ഒരു സാധ്യതയില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പൊ അന്ന് ഗൾഫിൽ പോയി വീട്ടുജോലി അടക്കം ചെയ്ത് വളർത്തി. ഈ അമ്മ വളരെ വിഷമിച്ചാന്നല്ലോ മക്കളെ വിട്ടു നിന്നതാണ്. അതെ, 5.5 വയസ്സുള്ള അന്ന് ഇവന്
അപ്പൊ ഞാൻ പോകുമ്പോ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും. കുഞ്ഞുങ്ങളെ, അവന് 8 വയസ്സ്, ഇവന് 5.5 വയസ്സ്. അപ്പൊ പോയപ്പോ നമുക്ക് ഒത്തിരി വേദനയോടുകൂടി പോയി ജീവിത സാഹചര്യം. ഇനിയിപ്പം ഇപ്പൊ സന്തോഷം, ഒരു കുഴപ്പമില്ല. ദൈവം സഹായിച്ചിട്ട് 2 നല്ല മക്കളാണ്. അച്ഛൻ നന്നായിട്ട് വളർത്തി, ഒരു പ്രശ്നമില്ലാത്ത 2 കുഞ്ഞുങ്ങള്, മരുമോള്, 2 പേരക്കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയും. അല്ല, ഇങ്ങനൊരു അവാർഡ്, ഇത്രയും വലിയൊരു അവാർഡ് കിട്ടി എന്നുള്ളൊരു സാഹചര്യത്തില് ഒരു അറിയിപ്പ് വന്നപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. കാരണം നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവാർഡ് എന്ന് പറയുന്ന പോലും ഒരു സങ്കല്പത്തിൽ പോലും എനിക്കില്ലായിരുന്നു. ഇവർക്കുണ്ടോന്നറിയില്ല. അന്നേരം കേട്ടപ്പോ ഞെട്ടിപ്പോയി. അതും കേന്ദ്ര സാഹിത്യത്തിന്റെ. ഒത്തിരി സന്തോഷം. അതിൽ എപ്പോഴെങ്കിലും അവാർഡിനെ കുറിച്ച് പറഞ്ഞു? എന്തെങ്കിലും അവാർഡ് കിട്ടി? ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഒരു വനിതയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അഖിലൂടെ ബോധം കെട്ട് വീണ് കിടന്നു ഞാൻ അറിഞ്ഞു. അവൻ ഞെട്ടിപ്പോയി, വിളിച്ചു പറഞ്ഞ അമ്മ അവാർഡ് കിട്ടി. അന്നേരം ഞാൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പിന്നെയാണ് ഓർത്ത്, അയ്യോ കേന്ദ്രത്തിൻ്റെതാണ് ഇത്. ഞെട്ടിപ്പോയി. അന്നേരം ആദ്യം അമ്മ എനിക്ക് അവാർഡ് ഉണ്ട് കേട്ടാ കേന്ദ്രത്തിൽ. ഞാൻ പറഞ്ഞു ശരി, ഞാൻ എന്തോ ജോലി ചെയ്താ ശരി, അത്രേ ഉള്ളു. പിന്നെയാണ് ഇത് ഇത്രയും വലിയ വലിപ്പം അറിയാം. അറിയാതെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത് ഇത്രയും വലിയ കാര്യമെന്ന് അറിയുന്നത്. എല്ലാ ദിവസവും ആൾക്കാരൊക്കെ വരുന്നു, അഖിലിനെ ആദരിക്കുന്നു അല്ലെ? പണ്ടത്തെ ഒരു ആ ഒരു സ്റ്റൈലല്ലേ. ഞാൻ എന്തായാലും ഇവർ രണ്ടുപേരുടെയും നടുക്കിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഞങ്ങള് ധർമ്മചേട്ടനെ കണ്ടിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് ആളുകളുടെ ഒക്കെ ഒരു ധാരണ ഒത്തിരി സ്വാധീനിക്കാൻ കഴിവുള്ള, അങ്ങനെ പ്രശസ്തരായ ആളുകൾ വരെ ആക്ഷേപം ഉന്നയിച്ചു. ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ഒരു അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കെട്ടിവെച്ചത്? ഞങ്ങള് 2 ചെറിയ കുട്ടികളെ ഇട്ടിട്ട് ഞാൻ ഗൾഫിൽ പോയി. കാരണം ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായ. എൻ്റെ ഹസ്ബൻഡ് അന്ന് വയ്യാതിരിക്കുന്ന സമയമാണ്. ജോലിക്ക് അറിയാതിരിക്കുമല്ലോ, പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയേ പറ്റത്തുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, പഠിപ്പിക്കണം. അങ്ങനെ പോയി. അറബി നാട്ടിൽ ഒത്തിരി 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 കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ചെറിയ ശമ്പളം അത് അയച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കി വളർത്തി. അവരുടെ അച്ഛൻ ഒരു കുഴപ്പമില്ലാതെ 2 മക്കളെ വളർത്തിയെടുത്ത് തന്നു. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒത്തിരി. ശരിക്കും അന്നുണ്ടല്ലോ, അന്ന് ശരിക്കും പറഞ്ഞാല് എനിക്ക് നൊസ്റ്റാൾജിയാണ്. കാരണം അന്ന് മഹേശ്വരിയാന്റെ ഗൾഫിൽ, ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഗൾഫുകാരി മഹേശ്വരിയാന്റെ മാത്രം. മഹേശ്വരിയാന്റെ ഗൾഫിൽ നിന്ന് വരുമ്പോ മേക്കപ്പ് സെറ്റും അതും ഇതൊക്കെ കൊണ്ട് ഞാനാണ് നിന്നെ ആദ്യമായിട്ട് മേക്കപ്പ് സെറ്റ് കൊണ്ടുവന്നല്ലേ. അതെ അതെ, നമുക്ക് വേറെ ഗൾഫുകാരാരില്ലായിരുന്നു. ഇവർ രണ്ടുപേരും എന്റെ കുടുംബത്തിന്റെ കൂടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. എന്റെ ചേച്ചിയാണ് നിന്റെ അമ്മ എന്ന് പറയുന്നത്. എന്റെ ചേച്ചിയാണ്, ബന്ധുവാണ്. എന്തായാലും അഖിലേ നീ വന്നേ പറയട്ടെ. ഓ റെഡിയാണോ? അതാണ് അഖിലിന് പോകാൻ റെഡിയാണോ അല്ലെ? സെന്റ് ജോസഫ്സ് കോളേജിൽ, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട കോളേജിൽ ആദരിക്കുന്നതിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അഖിൽ എവിടെയും പോകാനൊക്കെ തയ്യാറായി. പോകുമ്പോ എല്ലാ പ്രസംഗമൊക്കെ തയ്യാറാണ്. ഇല്ല, നമുക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കും. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സംസാരിക്കും, അല്ലാതെ ഒന്നും പ്ലാൻ ചെയ്ത് പോകത്തില്ല. ചിലപ്പോ വിറയലുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. ആണ്. ഞാൻ ആ ഒരു പുസ്തകോത്സവത്തിൽ പുസ്തകം വായിക്കുന്ന വീഡിയോ കണ്ടു. അപ്പോഴത്തേക്കും അതിങ്ങനെ വിറച്ചാ തുടങ്ങിയത്. ഞാൻ ഭയങ്കര അത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് വായിക്കാൻ പറഞ്ഞത്, വയനാട് വെച്ചിട്ട്, വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് വിറച്ച് വായിച്ചത്. പിന്നെ അങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ജീവിത സാഹചര്യം. ഇവർ രണ്ടുപേരും, ഈ ഇരിക്കുന്ന ധർമ്മചേട്ടനാണെങ്കിലും ഐശ്വര്യാന്റെ ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത കുഞ്ഞുങ്ങളാണ് ഇവർ രണ്ടുപേരും. എന്താ പറയാ, അഖില പറയുന്ന പോലെയുള്ള കടുകട്ടി സാഹിത്യമൊന്നും എഴുതിയില്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയാണ് എഴുതുന്നത്. അത് ഈ വളർന്നു വന്നൊരു ജീവിത സാഹചര്യത്തിന്റെ എഴുത്താണ് എന്നുള്ളതാണ്. ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ഒരു ചെറിയ ഒരു തട്ടുള്ള ഒരു പുസ്തകം വെക്കുന്ന ഒരു തട്ടുള്ള ഒരു ഡ്രോ ഈ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. ആ പണ്ടത്തെ വീട്ടില് വായിക്കാനും ഇല്ല, ഒന്നുമില്ല, ചോർന്നൊലിക്കുന്ന ഒരു പഴയ വീട്ടിലായിരുന്നു അവരുടെ ജീവിതം. ആ ജീവിതത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ അവാർഡുകൾക്കും അപ്പുറത്തേക്ക് ഈ ജീവിത സാഹചര്യമൊക്കെ മാറി അവര് നല്ല സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒപ്പം ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും വളരെ അഭിമാനത്തോടു കൂടി മകനെ ഓർക്കുന്നു. ആലപ്പുഴയ്ക്ക് അഭിമാനമായി, നാടിന് അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി അഖിൽ മാറിയിരിക്കുന്നു. ഒരിക്കലും അഖിലിന്റെ സാധാരണ ഭാഷയെ ആരും കുറ്റം പറയരുത്. കാരണം സാധാരണ ആളുകൾക്കിടയിൽ ജീവിച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി കാര്യങ്ങൾ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഖില്. അഖിലിന്റെ ഒരു പശ്ചാത്തലവും അങ്ങനെയാണ്. ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ എങ്ങനെ എഴുതണം, എങ്ങനെ വായിക്കണമെന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ വളർന്നു വന്ന ഒരാളാണ്. അതിലും അഖിൽ ഒരുപാട് സന്തോഷം. അഖിലിന്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്, ഈ കുടുംബത്തെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം കൂടിയാണ് ഇവർ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പോ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ.
ന്യൂസ് 18.